നമുക്ക് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു നിർത്തിയത് ദ ഫാമിലി ആഫ്റ്റർ വൺ, പിന്നീടുള്ള കുടുംബം എന്നാണ്. അതിനകത്ത് ഓരോരുത്തരും അല്ലെങ്കിൽ കുടുംബത്തിലെ അംഗങ്ങള് ചെയ്യേണ്ട കാര്യങ്ങളും പറഞ്ഞ്, സുബോധാവസ്ഥയ്ക്കാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. അവിടെ ഒരു ആത്മീയമായ അടിത്തറയിലുള്ള ഒരു ആത്മീയ ലഹരി നമുക്ക് എപ്പോഴും ആ പരമാനന്ദം നമുക്ക് കിട്ടണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനകത്ത് പ്രോഗ്രാം ചെയ്യേണ്ടതെന്നും നമ്മൾ ഒരു 5-8 കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളാണ് ചേഞ്ച് ചെയ്യേണ്ടതും ഈ സുബോധാവസ്ഥ നിൽക്കുമ്പോൾ ചേഞ്ച് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഓതർഷിപ്പ്, എയുടെ ഈ ബുക്കിന്റെ ഓതർഷിപ്പിനെ പറ്റിയുള്ള ചില മിത്തുകളെ പറ്റി പറഞ്ഞു. ന്യൂയോർക്ക് ഗ്രൂപ്പിന്റെ നമ്മുടെ ഈ ബുക്ക് രചനയ്ക്കായിട്ടുള്ള സംഭാവന പറഞ്ഞതിന് ശേഷം വീണ്ടും 3 മാസത്തേക്ക് ഉള്ള അടുത്ത 3 മാസത്തിനുള്ളിൽ നമ്മുടെ ബുക്ക് പ്രിന്റ് ചെയ്യുക. അതിനു മുമ്പ് ഈ വർക്കിംഗ് വിത്ത് അതേഴ്സിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളെ കുറിച്ച് ചരിത്രാരം വിവരിക്കുകയാണ്. അവസാനത്തെ, അതായത് ദ ഫാമിലി ആഫ്റ്റർ വണ്ണിലെ അവസാനത്തെ കൺസിഡർ ഫോർ എക്സാമ്പിൾ നമുക്ക് ഉദാഹരണത്തിന് എടുക്കാം. ദ ഫൈനൽ 11 പാരഗ്രാഫ് ഇൻ വർക്കിംഗ് വിത്ത് അതേഴ്സ്, അതായത് പിന്നെ മറ്റുള്ളവരോടൊത്തുള്ള പ്രവർത്തനത്തിലെ അവസാനത്തെ 11 പാരഗ്രാഫുകൾ എടുത്തു കഴിഞ്ഞാൽ, which shifts the chapter's perspective from detailed instruction on how to properly deliver the message of recovery to a new man. അതായത് ഒരു പുതിയ മനുഷ്യന്, അല്ലെങ്കിൽ പുതിയതായിട്ട് കടന്നു വരുന്ന ഒരു മനുഷ്യന് എങ്ങനെയാണ് കൃത്യമായ തോതിൽ നമ്മുടെ ഈ ഡീറ്റെയിൽഡ് പ്രോഗ്രാം, അല്ലെങ്കിൽ ഈ പ്രോഗ്രാം എങ്ങനെയാണ്, അല്ലെങ്കിൽ മെസ്സേജ് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ള അതിൻ്റെ ഒരു വിശദമായ നിർദ്ദേശങ്ങളാണ് ആ അവസാന 11 പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത്. ഹു ഈസ് നൗ സ്പിരിച്വലി ഫിറ്റ്, അയാളപ്പോൾ ആത്മീയ അടിസ്ഥാനത്തിലുള്ള ഒരു ജീവിതം നയിക്കുന്ന, ആത്മീയമായി ഫിറ്റായ ഒരാളാണ്. എലബറേറ്റിംഗ് ഓൺ ദ ഫാക്ട് ദാറ്റ് ഹി ക്യാൻ ഡു, അത് ഈ വാക്കിലൂടെയാണ് ബിൽ ഡബ്ല്യു അവിടെ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഡു ഓൾ സോർട്ട് ഓഫ് തിങ്സ് ആൽക്കഹോളിക്സ് ആർ നോട്ട് സപ്പോസ്ഡ് ടു ഡു, അതായത് എല്ലാ കാര്യങ്ങളും ചെയ്യുക. സാധാരണ രീതിയിൽ ഒരു ആൽക്കഹോളിക്സിന് ചെയ്യാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുമെന്ന് ആ ഒരു വാക്കുകളിലൂടെയാണ് ബുക്കിൽ അദ്ദേഹം വിവരിക്കുന്നത്. ആസ് നോട്ടഡ് ഏർലിയർ, മുൻപ് പറഞ്ഞതുപോലെ, ദ പർപ്പസ് ഓഫ് ദിസ് സെക്ഷൻ ഈസ് ടു ഡിഫറൻഷിയേറ്റ് ദ സോബർ എ മെമ്പർ ഫ്രം ഓൾ ഓഫ് ദ നോയിസി ടെമ്പറൻസ് ആൻഡ് പ്രൊഹിബിഷൻ പ്രീച്ചേഴ്സ്. അതായത് മുൻപ് പറഞ്ഞതുപോലെ ഇതിനകത്ത് യഥാർത്ഥ ലക്ഷ്യം എന്താണ്, ഈ പാരഗ്രാഫിന്റെ എല്ലാം യഥാർത്ഥ ലക്ഷ്യം ഒരു ആൽക്കഹോളിസം അനോണിമസ് മെമ്പറെ ഓർമ്മിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ അവനെ വ്യത്യസ്തനാക്കുകയാണ്. എങ്ങനെയാണ് വ്യത്യസ്തനാക്കുന്നത്? നോയിസി ടെമ്പറൻസ് എന്ന് പറഞ്ഞാൽ ആ കാലത്ത് ഈ പറയുന്ന ആൽക്കഹോളിക്സ് അനോണിമസിന് മുമ്പായിട്ട് ടെമ്പറൻസ് മൂവ്മെന്റ്, വാഷിംഗ്ടോണിയൻസ് എന്നൊക്കെ പറയുന്ന ടെമ്പറൻസ് മൂവ്മെന്റ് ഇരുന്നു. മദ്യത്തിൽ നിന്ന് ആളുകളെ മാറ്റി നിർത്താനായിട്ട് അവരൊരു ബാറിലൊക്കെ ഒരുമിച്ച് കൂടും, എന്നിട്ട് അവർ പരസ്പരം സംസാരിക്കും. അതിനുശേഷം ടൗണുകളിലും കവലകളിലും ഒക്കെ പോയിരുന്ന മൈക്കിന്റെ മുമ്പിലിരുന്ന് പ്രസംഗിക്കും ഈ മദ്യത്തിനെതിരായിട്ട്. അതിനകത്ത് അവിടുത്തെ സിറ്റിയിലെ ഏറ്റവും നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ എന്നൊക്കെ പറഞ്ഞ പോലെ അവിടുത്തെ കൗൺസിലർമാരെയോ ഒക്കെ കൊണ്ടുവന്നിട്ട്, ഗവർണർമാരെയൊക്കെ കൊണ്ടുവന്ന് സംസാരിപ്പിക്കാനായിട്ട് വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഇതായിരുന്നു. അപ്പോ ഇവിടെ ബിൽ ഡബ്ല്യു ഉദ്ദേശിക്കുന്നത് അതല്ല. നമ്മൾ ഒരു മെമ്പർ എന്ന് പറയുന്ന രീതിയിൽ, ആൽക്കഹോളിസം മെമ്പർ എന്ന രീതിയിൽ ഒരു പ്രീച്ചർ അല്ല, അല്ലെങ്കിൽ പ്രാസംഗികനല്ല, നമ്മൾ വ്യത്യസ്തനാണ്. അതുകൊണ്ടാണ് നോയ്സി ടെമ്പറൻസ് എന്ന് പറയുന്നത്, അങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കുന്ന ടെമ്പറൻസിൽ നിന്നും ആൻഡ് പ്രൊഹിബിഷൻ പ്രീച്ചേഴ്സ്, അതായത് മദ്യം നിരോധിക്കണമെന്ന് പ്രസംഗിച്ച് നടക്കുന്നവരല്ല നമ്മൾ. that have preceded him and to detail the many strengths and opportunity available to him now that he has God on his side. അതായത് അതെല്ലാം ഒരു സൈഡിലേക്ക് അവൻ മാറ്റി വെച്ചേക്കാണ്, അല്ലെങ്കിൽ അവന് കൂടുതൽ ശക്തി കിട്ടുന്നത് എന്നുള്ളൊരു അവസരം ഇപ്പോൾ അവന് ലഭിച്ചിരിക്കുന്നതാണ്. കാരണം ദൈവം എന്ന് പറയുന്ന ഒരു ആശയം അവന്റെ കയ്യിലുണ്ട്. കീപ്പിംഗ് ഹിം സേഫ് ഫ്രം ദ ഫസ്റ്റ് ഡ്രിങ്ക്, അവനെ ആദ്യത്തെ കുടിയിൽ നിന്ന് ദൈവം രക്ഷിക്കും. അതുമാത്രമല്ല, ഇവനെ വെറൈറ്റി ഓഫ് പ്രീവിയസ്ലി ഡേഞ്ചറസ് സിറ്റുവേഷൻസ്, മുൻപുള്ളതുപോലെ പല അപകടകരമായ സിറ്റുവേഷൻ അവന് വന്നേക്കാം. എന്നിരുന്നാൽ പോലും ആ സിറ്റുവേഷൻ ഒന്നും അവനെ ബാധിക്കുകയില്ല, കാരണം ദൈവം അവന്റെ കൂടെ ഉള്ളത് കൊണ്ട് അവനെ ഓവർകം ചെയ്യാൻ കഴിയും. അപ്പോൾ പുതിയ ഒരു അംഗം ഫിസിക്കലി ഫിറ്റ് ആയതിനു ശേഷമാണ് മറ്റുള്ളവരിലേക്ക് സന്ദേശം കൊടുക്കാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഡീറ്റെയിൽഡ് ഉള്ള വിശദീകരണമാണ് വർക്കിംഗ് വിത്ത് അതേഴ്സിലെ അവസാനത്തെ 11 പാരഗ്രാഫുകൾ വിവരിക്കുന്നത്. While it may have been Wilson's original plan to have a section such as this close the chapter, the subject matter shifts to dramatically from the presentation to the present.
അതായത് ഇതിനകത്ത് വിൽസൺ പറയുന്നത് അദ്ദേഹത്തിന്റെ ഒറിജിനൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന യഥാർത്ഥത്തിലുള്ള പ്ലാനുകളായിരുന്നെങ്കിലും ഈ ചാപ്റ്ററിന്റെ ഈ ഭാഗത്തെത്തുമ്പോൾ അദ്ദേഹം നാടകീയമായി മറ്റൊരു കാര്യം പ്രസന്റ് ചെയ്യുകയാണ്. അത് അദ്ദേഹത്തിന്റെ തന്നെ ജീവിതത്തിലെ കാര്യങ്ങൾ. ഓൾ ബട്ട് അബണ്ടനിങ് ദ ടോപ്പിക് ഓഫ് വർക്കിംഗ് വിത്ത് അതേഴ്സ്. അപ്പോൾ ഈ വർക്കിംഗ് വിത്ത് അതേഴ്സ് എന്നുള്ള കാര്യം വിട്ടുകൊണ്ട് ദാറ്റ് ഇറ്റ് സൗണ്ട്സ് ഡിസ്റ്റിങ്ക്ലി ലൈക്ക് സംതിങ് ആർഡർ ലൈറ്റർ. അതായത് വർക്കിംഗ് വിത്ത് അതേഴ്സ് എന്നുള്ളത് പിന്നീട് കൂട്ടിച്ചേർക്കാമെന്നുള്ള വിചാരത്തിൽ. ദ ഷിഫ്റ്റ് ഹിയർ മേ ബി ബിക്കം ബിൽ കുഡിന്റ് തിങ്ക് ഓഫ് എ മോർ എഫക്റ്റീവ് ക്ലോസ് ഓഫ് വർക്കിംഗ് വിത്ത് അതേഴ്സ്. അതായത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ മാറിയതിനൊരു കാരണം ഈ പറയുന്ന വർക്കിംഗ് വിത്ത് അതേഴ്സ്, മറ്റുള്ളവരോടുള്ള പ്രവർത്തനം മോർ എഫക്റ്റീവ് ആക്കാനായിട്ട് ബില്ല് ചിന്തിച്ചിരുന്ന കാര്യങ്ങൾ പറയാനാണ്. ബട്ട് ഇറ്റ് ഈസ് ജസ്റ്റ് ആസ് ലൈക്ലി ഇറ്റ് ഈസ് അപ്പിയർസ് ദാറ്റ് ഹിയർ ബിക്കോസ് someone suggests this type of information should be included somewhere in this chapter, so Wilson just added it on it at the end. അതായത് ഒരു പക്ഷേ മറ്റാരെങ്കിലും വിൽസനോട് ഈ കാര്യങ്ങൾ ആഡ് ചെയ്യണം എന്ന് അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് ചെയ്യണം പുസ്തകത്തിൽ എന്ന് പറഞ്ഞിരിക്കാം. അതുകൊണ്ടായിരിക്കാം വിൽസൺ അവസാനം അത് കൂട്ടിച്ചേർത്തതെന്നാണ് ചരിത്രകാരൻ പറയുക. The same premises might explain the inclusion of those two strident paragraph. അതിനകത്ത് രണ്ട് പാരഗ്രാഫിൽ പറയുന്നത് that appears so abruptly just before the conciliatory conclusion of two wives, the even your hatred must go. അപ്പോൾ അതിന്റെ ഒരു ഭാഗത്ത് ടു വൈഫ്സില്, അതായത് ഭാര്യമാരോടെന്നുള്ള അധ്യായത്തില് അദ്ദേഹം പറയുന്നുണ്ട്, നിന്റെ ദേഷ്യം പോലും പോണം. പാരഗ്രാഫ് ജസ്റ്റ് ഡസന്റ് ഫ്ലോ ലോജിക്കലി ഫ്രം ദ ടോക്ക് ഓഫ് സ്പിരിച്വാലിറ്റി. ഇത് ചിലപ്പോ നമുക്ക് തോന്നും ആത്മീയമായ ഒരു അടിസ്ഥാനത്തിലുള്ള ഒരു ചിന്തയല്ല അതെന്ന് നമുക്ക് തോന്നിപ്പോകും, ലോജിക്കില്ല എന്ന് തോന്നിപ്പോകും. ദാറ്റ് ഇമ്മീഡിയറ്റ്ലി പ്രസീഡ്സ് ഇറ്റ്, പെട്ടെന്ന് തന്നെ കടന്നു വന്നതാണ്. ആൻഡ് ദിസ് ഈസ് ഫോളോഡ് ബൈ ദ ഇവൻ മോർ അബ്രസീവ് അഡ്മോണിഷൻ. അപ്പം നെവർ ട്രൈ ടു അറേഞ്ച് ഹിസ് ലൈഫ്. പിന്നെ ഇപ്പൊ ഈ സ്പിരിച്വൽ ആയിട്ടുള്ള ചിന്താഗതികൾ കൊണ്ട് കൂടി പറഞ്ഞതിന് ശേഷം വിൽസൺ അതിനകത്ത് എഴുതിയേക്കാണ് നെവർ ട്രൈ ടു അറേഞ്ച് ഹിസ് ലൈഫ്. അവന്റെ ജീവിതം നേരെയാക്കാൻ നീ ഒരിക്കൽ പോലും നെവർ എന്നാണ്, ഒരിക്കലും ശ്രമിക്കരുതെന്നാണ്. ബോത്ത് ഓഫ് ദിസ് പാരഗ്രാഫ് ഷോസ്, ഈ രണ്ട് പാരഗ്രാഫുകളും കാണിക്കുന്നത് സിഗ്നിഫിക്കന്റ്ലി ഷിഫ്റ്റ് ടോൺ. അവന്റെ ആ സാധാരണ രീതിയിലുള്ള എഴുത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ടോണാണ് അവൻ ഉപയോഗിച്ചത്. സീം ഡിസ്റ്റിങ്ക്ട്ലി ഔട്ട് ഓഫ് പ്ലേസ് ഇൻ എ റിലേഷൻ ടു വാട്ട് ദ വൈഫ് ഹാസ് ജസ്റ്റ് ബീൻ ടോൾഡ്. അതായത് ഇത്രയും നേരം വൈഫിനോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് വ്യത്യസ്തമായാണ് അതിനകത്ത് അവൻ കാര്യങ്ങൾ. മേക്കിംഗ് ഇറ്റ് പ്രോബബിൾ ദേ വേർ റിട്ടൺ after the fact and then dropped it here to satisfy the suggestions that the closing needed to be much more forceful, dramatic and explicit if it was ever going to make a real impression on the wife. അപ്പോൾ ആദ്യം തന്നെ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാല് ഭാര്യമാരുടെ ആ ഒരു താല്പര്യം, വായനയോടുള്ള താല്പര്യം നഷ്ടപ്പെടുമോ എന്ന് വിചാരിച്ചിട്ടാക്കാം അദ്ദേഹം പിന്നീട് ഈ ഇത്തരം എഴുത്തുകളെല്ലാം അതിനകത്ത് ഫാക്ട്, യാഥാർത്ഥ്യങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് അവരുടെ സാറ്റിസ്ഫൈക്കും സജഷനുമായിട്ട് അല്ലെങ്കിൽ അവരുടെ തൃപ്തിക്കും നിർദ്ദേശങ്ങളുമായി എഴുതി ചേർത്തിരിക്കുന്നത്. സിമിലർലി, അതുപോലെ തന്നെ ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞത് ടു വൈഫ്സ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ കാര്യമാണ്. സിമിലർലി അതുപോലെ തന്നെ ദ ഫാമിലി ആഫ്റ്റർവേർഡ്, പിന്നീടുള്ള കുടുംബത്തിൽ എൻഡ്സ് വിത്ത് ദ അൺഫോർച്ചുനേറ്റ്, അതായത് നിർഭാഗ്യവന്മാരുടെ കേസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. Case in point, story of the man who drinks after being nagged by his wife about his sinful overindulgence to the cigarettes and coffee. അതായത് ഇവിടെ ഒരു പരാജയത്തിന്റെ കഥ പറഞ്ഞുകൊണ്ടാണ് ഫാമിലി ആഫ്റ്റർവേർഡില് പിന്നീടുള്ള കുടുംബത്തില് അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. ഒരു ഭാര്യ ഒരു മനുഷ്യനെ തുടർച്ചയായി വലിച്ചഴക്കുകയാണ്, അല്ലെങ്കിൽ അവന്റെ പാപഭാരം നിറയ്ക്കുകയാണ്. എന്ത് പറഞ്ഞുകൊണ്ട്? നീ സിഗരറ്റും കോഫിയും കുടിക്കുന്നു. അപ്പൊ അങ്ങനെ അപ്പൊ അയാൾ വീണ്ടും പോയി കുടിക്കുന്ന കാര്യമൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞാണ്. ഹൗ ദിസ് സ്റ്റോറി റിലേറ്റ്സ് ടു വാട്ട് ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡ് ഇറ്റ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കഥ വളരെ പെട്ടെന്ന് തന്നെ അവിടെ എഴുതി ചേർത്തത്? ദ വെൽ ഓർഗനൈസ്ഡ് ആൻഡ് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഓഫ് 8 profound changes. അതായത് വളരെ കൃത്യമായിട്ടുള്ള വിശദമായിട്ടുള്ള വിശദീകരണം, 8 കാര്യങ്ങൾ പ്രൊഫൗണ്ട് ചേഞ്ചിനെ പറ്റി കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു. ദാറ്റ് ക്യാൻ ബി ആന്റിസിപ്പേറ്റഡ് വെൻ എ മാൻ ഫസ്റ്റ് ഗെറ്റ്സ് ഓവർ. അതായത് ആ 8 കാര്യങ്ങളാണ് പുതിയതായി വരുന്ന മനുഷ്യൻ ആദ്യമേ ചിന്തിക്കാനിടയുള്ളത്, അവന് വളരെ ആകാംക്ഷപൂർവ്വം ചെയ്യാൻ സാധ്യതയുള്ളത്. ഇറ്റ് സംതിങ് ഓഫ് എ മിസ്റ്ററി. അവന് ചിലപ്പോൾ ഒരിക്കലും പരിചയമില്ലാത്ത അല്ലെങ്കിൽ ഊഹിക്കാൻ കഴിയാത്ത ഒരു കാര്യമായിരിക്കാം.
more likely it was Wilson's response to some New York members insisting that his instructive story be included. അതായത് ഇത് ഒരു പക്ഷേ ന്യൂയോർക്കിലുള്ള ഏതെങ്കിലും ഒരു മെമ്പറിന്റെ കാര്യമായിരിക്കാം, അതുകൊണ്ട് തന്നെയാകാം ആ പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ കൂടി ആ സ്റ്റോറിയിലെ കഥ കൂടി അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തത്. ഈച്ച് ഓഫ് ദിസ് എക്സാമ്പിൾ, ഇത്തരം ഉദാഹരണങ്ങൾ ഡിസ്പ്ലേസ് നമ്മളെ തെളിയിക്കുന്നത് അല്ലെങ്കിൽ കാണിച്ചു തരുന്നത് സഡൻ ചേഞ്ച് ഓഫ് ഡയറക്ഷൻ, പെട്ടെന്നുള്ള ഒരു നിർദ്ദേശങ്ങൾ, ഡിസ്റപ്റ്റിംഗ് ദ ലോജിക്, അപ്പം പെട്ടെന്നുള്ള നിർദ്ദേശങ്ങൾ യാഥാർത്ഥ്യങ്ങളുമായി ചേരുകയില്ല. ആൻഡ് ദ ഫ്ലോ ഓഫ് വാട്ട് കെയിം ബിഫോർ ഇറ്റ്, അതായത് കൊണ്ട് തന്നെ ആ ഒഴുക്ക് നഷ്ടപ്പെടും. റീഡേഴ്സ് കൺഫ്രണ്ടഡ്, ചിലപ്പോൾ നമ്മുടെ വായനക്കാര് നമ്മളെ എതിർത്തേക്കാം വിത്ത് ദിസ് കൈൻഡ് ഓഫ് ജംബിൾഡ് പ്രസന്റേഷൻ. പെട്ടെന്നുള്ള ഇത്തരം കാര്യങ്ങളിൽ പ്രസന്റേഷനിൽ ബുക്കിൽ വിവരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റീഡേഴ്സ് ഇൻ ദ ബിഗ് ബുക്കിൽ ചിലപ്പോൾ വായിക്കുമ്പോൾ നമ്മളെ എതിർത്തേക്കാം. ഫ്രീക്വന്റ്ലി ഇൻക്ലൂഡഡ് ദാറ്റ് ബിൽ വിൽസൺസ് ജസ്റ്റ് വാസ് ഇൻ എ വെരി ഗുഡ് റൈറ്റർ, അതായത് ബിൽ വിൽസൺ എത്രയും നല്ല എഴുത്തുകാരനല്ല, ബട്ട് പെർഹാപ്സ് ദ ഫോൾട്ട് ലൈസ് ലെസ് ഇൻ എ ലാക്ക് ഓഫ് റൈറ്റിംഗ് സ്കിൽസ് on the part of the book's primarily author and more than much touched collaborative creation process of the big book. അതായത് the fault lies less in lack of writing skills. അപ്പം നമുക്ക് ഇതിനകത്ത് തെറ്റുകളൊന്നും കണ്ടുപിടിക്കാൻ കഴിയില്ല. കാരണം ഈ അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ സ്കില്ല് അല്ലെങ്കിൽ എഴുത്തിന്റെ കഴിവില്ലായ്മ വളരെ കുറച്ച് നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റുള്ളൂ. കാരണം അദ്ദേഹമായിരുന്നു പ്രൈമറി ഓതർ എന്നെങ്കിലും ഇത് ധാരാളം കൊളാബറേറ്റീവ് ക്രിയേഷൻ ആണ്. അതായത് ഒരുപാട് പേര് ഇത് വായിച്ചിട്ടുണ്ട്, ഒരുപാട് പേര് ഇതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പേര് കൂടുതൽ കാര്യങ്ങൾ തിരുത്താൻ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് സമൂഹത്തിലെ ഡോക്ടേഴ്സ്, പുരോഹിതര്, അദ്ദേഹത്തിന്റെ ന്യൂയോർക്കിലെയും മക്രോണിലെയുള്ള ഡോക്ടർ ബോബ് ഉൾപ്പെടെയുള്ള മെമ്പേഴ്സ്, ഹാങ് പി എന്ന് പറയുന്ന നമ്മുടെ മെമ്പർ, ജിം, അങ്ങനെ ഒരുപാട് പേര്, നമ്മളിത് പറഞ്ഞു പോയതുകൊണ്ട് ഞാൻ പേരുകളൊന്നും പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു കൊളാബറേറ്റീവ് ക്രിയേഷൻ ആണ്, എല്ലാവരുടെയും കൂടിയുള്ള സഹകരണത്തോടെയാണ് ബിഗ് ബുക്ക് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. അടുത്തത് ഹാങ് പീസ് കോൺട്രിബ്യൂഷൻ. നമ്മൾ ഇനി നോക്കുന്നത് നമ്മുടെ അംഗമായിരുന്ന ഹാങ് പിയുടെ കോൺട്രിബ്യൂഷൻ ആണ്. ഹാങ് പി വാസ് ഹവർ പാർക്കർസ്റ്റ് എന്നാണ്. ഹാങ് പിയുടെ മുഴുവൻ പേര് ഹാങ് പാർക്കർസ്റ്റ് വാസ് ഹവർ അനദർ സ്റ്റോറി കംപ്ലീറ്റ്ലി. അതൊരു മറ്റൊരു കഥയാണ് പൂർണ്ണമായിട്ടും. അൺലൈക്ക് ദ അതർ ന്യൂയോർക്ക് മെമ്പേഴ്സ്, അതായത് സാധാരണ രീതിയിലുള്ള ന്യൂയോർക്ക് മെമ്പേഴ്സിന് വിരുദ്ധമായി ഹാൻ did not have to wait until Tuesday night for a first look at what Bill Wilson was writing. മറ്റ് ന്യൂയോർക്കിലെ അംഗങ്ങളെ പോലെ ചൊവ്വാഴ്ച രാത്രിയിലെ മീറ്റിംഗ് വരെ ബിൽ വിൽസൺ റൈറ്റ് ചെയ്തതിന് ക്ഷമിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഹി വാസ് സിറ്റിംഗ് റൈറ്റ് ദയർ ഇൻ ദ സ്മോൾ ഹോണർ ഡീലേഴ്സ് ന്യൂയോർക്ക് ഓഫീസ്. അതുകൊണ്ട് തന്നെ ബിൽ വിൽസന്റെ തൊട്ടടുത്തായിട്ട് ആ ചെറിയ ഓഫീസ് മുറിയിൽ ഹോണർ ഡീലേഴ്സ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആ കമ്പനിയുടെ ന്യൂയോർക്കിലെ ഓഫീസ് മുറിയിൽ അദ്ദേഹം ഇരുന്നു. ലിസണിങ്, കേട്ടു, ക്രിട്ടിസൈസിങ്, വിമർശിച്ചു, ആൻഡ് ഓഫറിംഗ് ഹിസ് ഒപ്പീനിയൻസ്, അവന്റെ അഭിപ്രായങ്ങൾ വാഗ്ദാനം ചെയ്തു. ആസ് ബിൽ ആൻഡ് റൂത്ത് ക്രിയേറ്റഡ് ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഓഫ് ഈച്ച് ന്യൂ ചാപ്റ്റർ. അതുകൊണ്ട് ബില്ലും വിൽസണും ചേർന്ന ആദ്യത്തെ ഈ ന്യൂ ചാപ്റ്ററിന്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. റൂത്ത് ടെൽസ് us Bill would arrive in the office with a yellow scratched part sheet. അതായത് ബില്ലിന്റെ പിന്നീടുള്ള റൂത്ത് പിന്നീട് പറഞ്ഞത് ബിൽ വിൽസൺ എന്നും ഒരു മഞ്ഞ കളറുള്ള പാച്ചസുമായിട്ട് അതിനകത്ത് കുത്തിക്കുറിച്ച കുറെ വരികളുമായി ഓഫീസിൽ എത്തുമായിരുന്നു. എ ഫ്യൂ നോട്ട്സ് ടു ഗൈഡ്, അതായത് ചെറിയ നോട്ടുകൾ, അവനുള്ള നിർദ്ദേശങ്ങൾ. ഓൺ എ ഹോൾ ചാപ്റ്റർ, അതായത് മുഴുവൻ ചാപ്റ്ററിന്റെയും നിർദ്ദേശങ്ങൾ ആ പേപ്പറിൽ കോറിയിട്ടിരുന്നു. ആൻഡ് ദാറ്റ് ദിസ് നോട്ട്സ് വേർ ദ റിസൾട്ട് ഓഫ് ലോങ് തോട്ട് ഓൺ, അതായത് അദ്ദേഹത്തിന് ഉണ്ടായ തുടർച്ചയായിട്ടുള്ള ദീർഘമായ ചിന്തകളിൽ ഉരുത്തിരിഞ്ഞു വന്ന കാര്യങ്ങൾ അതിനകത്ത് എഴുതിയിട്ടു. പാർട്ട് ആഫ്റ്റർ ഹവേഴ്സ് ഓഫ് ഡിസ്കഷൻ, അതായത് പലപ്പോഴും കൂട്ടായ ചർച്ചകൾക്ക് ശേഷം വരുന്ന ചിന്തകളാണ്. പ്രോ ആൻഡ് കോൺ വിത്ത് എവരി വൺ ഹൂ മൈറ്റ് ബി ഇൻട്രസ്റ്റഡ്, എല്ലാവർക്കും താല്പര്യമുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം ഇങ്ങനെ എഴുതിയിരുന്നു. റൂത്ത്സ് ചോയ്സ് ഓഫ് വേർഡ്സ് ഹിയർ അബൌട്ട് ബിൽ കൺസൾട്ടിങ് വിത്ത് എവരി വൺ ഹൂ മൈറ്റ് ബി ഇൻട്രസ്റ്റഡ്. റൂത്തിന്റെ ചോയ്സ് ഓഫ് വേർഡ്സ് എന്ന് വെച്ചാൽ എപ്പോഴും വാക്കുകൾ എന്ന് വെച്ചാൽ ബില്ല് ഇഷ്ടപ്പെടുന്ന ആളുകള് താല്പര്യമുള്ള വാക്കുകളായിരുന്നു. ഈസ് വർത്ത് നോട്ടിംഗ് ബിക്കോസ് ഇറ്റ് പ്രൊവൈഡ്സ് അറ്റ്ലീസ്റ്റ് സം എവിഡൻസ് that not everyone was interested in talking about the book, or at least not in relation to this 6 early chapters. അതായത് ഇവിടെ ഒരു കാര്യം തെളിയുകയാണ്. കാരണം എല്ലാവരും ഈ ബുക്കിനെ പറ്റി ടോക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ
ആദ്യത്തെ 6 ചാപ്റ്ററുകളെ പറ്റിയും എല്ലാവരും പരസ്പരം സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് താല്പര്യമുണ്ടായിട്ടുണ്ട്. ഹാവിങ് അറൈവ്ഡ് ഇൻ ന്യൂയോർക്ക് വിത്ത് ദിസ് ഫ്യൂ നോട്ട്സ് ഇൻ ഹാൻഡ്, അതായത് ബിൽ വിൽസന്റെ ഈ പറയുന്ന ന്യൂയോർക്കിലെ ഓഫീസിലേക്ക് ഈ ചെറിയ നോട്ടുകളുമായിട്ട് കടന്നു വരികയാണ് ബിൽ വിൽസൺ. അതിനുശേഷം it is hard to believe Bill would or even could have avoided a discussion with Hank about them before he began dictating to Ruth. അപ്പോൾ അതായത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ബില്ല് ഒരിക്കലോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കോ എപ്പോഴെങ്കിലും ഹാങ് പി ആയിട്ട് ഡിസ്കഷൻ ചെയ്യാതെ നേരിട്ട് റൂത്തിനോട് ടൈപ്പ് ചെയ്യാനായിട്ട് പറയുകയായിരുന്നെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഹു ബിസൈഡ്സ് വിൽസൺ ഹിംസെൽഫ് വാസ് മോർ ഇൻട്രസ്റ്റഡ് ഇൻ വാട്ട് വാസ് ഗോയിങ് ഇൻ ടു. ഒരാൾ ബിൽ വിൽസണോട് വളരെ താല്പര്യമുണ്ടായിരുന്ന, അല്ലെങ്കിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ വളരെ താല്പര്യമുണ്ടായിരുന്ന ഒരാൾ, അത് പ്രത്യേകിച്ച് ഓരോ ചാപ്റ്ററിലും ബുക്കിൽ അത് ഹാങ് പിയേക്കാൾ ഉപരിയായി മറ്റൊരു അംഗത്തിനും അത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഹാങ് പി ആണ് ഏറ്റവും താല്പര്യമുണ്ടായിരുന്ന ആൾ. ഈ ബുക്കിൽ എന്താണ് എഴുതുന്നത്, എന്താണ് അതിന്റെ കണ്ടന്റ് എന്ന് അറിയാനായിട്ട്. ഹാങ് വാസ് ജെന്യൂൻലി പാഷനേറ്റ്, അതായത് വളരെ യാഥാർത്ഥ്യത്തോടുകൂടി അല്ലെങ്കിൽ വളരെയധികം ഇതിനോട് താല്പര്യമുള്ള ആളായിരുന്നു. അബൌട്ട് ദ കണ്ടന്റ് ഓഫ് ദ ബിഗ് ബുക്ക്, അതായത് ബിഗ് ബുക്കിൽ ഉൾപ്പെടുത്തേണ്ട കണ്ടന്റും, ആൻഡ് ഡീപ്ലി കമ്മിറ്റഡ് ടു ക്രിയേറ്റിംഗ് സംതിങ് ദാറ്റ് വുഡ് എഫക്റ്റീവ്ലി പ്രസന്റ് ദെയർ മെസ്സേജ് ഓഫ് റിക്കവറി ടു ദി വേൾഡ്. ഈ ലോകം മുഴുവനുമായി വളരെ എഫക്റ്റീവിലായി, അതായത് ഈ പറയുന്ന മെസ്സേജ് ഈ ലോകം മുഴുവനും എങ്ങനെ കൊടുക്കാം എന്ന് വിവരിക്കുന്ന നല്ല ആഴത്തിലുള്ള ബുക്കായിരിക്കണം ബിഗ് ബുക്ക് എന്നും, അതിനു വേണ്ടിയിട്ട് അങ്ങനെ ഒരു സാധനമായിരിക്കണം അല്ലെങ്കിൽ അങ്ങനെ ഒരു ബുക്കായിരിക്കണം നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സൃഷ്ടിച്ചെടുക്കേണ്ടതെന്നുള്ള വലിയ വിശ്വാസമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ആൻഡ് ഡു സോ ഇൻ സച്ച് ആസ് വേ ദാറ്റ് ബുക്ക് വുഡ് ബിക്കം ആൻ ഇൻസ്റ്റന്റ് ബെസ്റ്റ് സെല്ലർ. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഏറ്റവും കൂടുതൽ വിൽപ്പന നടക്കുന്ന ബുക്കുമായി ഇത് മാറണം. ഹിസ് ഓൺ ഫിനാൻഷ്യൽ ഫ്യൂച്ചർ, അവന്റെ സ്വന്തമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഭാവിക്ക് വേണ്ടിയും, ആൻഡ് ദ ഓൾ ഇമ്പോർട്ടന്റ് എബിലിറ്റി ഓഫ് ആൽക്കഹോളിക്സ് അനോണിമസ്, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രാധാന്യം അതിന്റെ കഴിവിനനുസരിച്ച് ബിക്കം സെൽഫ് സപ്പോർട്ടിങ്, സ്വയം പിന്തുണയോടുകൂടി ത്രൂ ലാർജ് സെയിൽസ് ഓഫ് ദ ബുക്ക് അബ്സല്യൂട്ട്ലി ഡിപ്പെൻഡന്റ് ഓൺ ഇറ്റ്. അതായത് സ്വയം പിന്തുണയാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്. അതുകൊണ്ട് തന്നെ ലാർജ് സെയിൽ, അതായത് വളരെയധികം സെയിൽ ചെയ്താൽ മാത്രമേ ഈ പറയുന്ന ആൽക്കഹോളിക്സ് അനോണിമസിന് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ, ലോകം മുഴുവൻ എത്താൻ കഴിയുള്ളൂ. അപ്പൊ അതിന്റെ നമ്മുടെ എയുടെ പ്രധാന വരുമാനം സാഹിത്യങ്ങളുടെ വിൽപ്പനയിൽ നിന്നാണ്. അപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ബുക്ക് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് വേണം നമുക്ക് ഈ വിൽപ്പന നടത്താൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനം നടത്താൻ വേണ്ടി. ഹാങ് പി വാസ് ദ പേഴ്സൺ ക്ലോസർ ടു വിൽസൺ ആസ് ഹി കോമ്പോസ്ഡ് വിത്ത് ദിസ് ക്രിട്ടിക്കൽ ഫസ്റ്റ് ഡിക്റ്റേഷൻ. അപ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പേഴ്സൺ ആരാണ്? ഹാങ് പി ആയിരുന്നു ബിൽ വിൽസന്റെ ഇത്തരം ചാപ്റ്ററുകളെല്ലാം വിമർശിച്ചിരുന്ന ആദ്യത്തെ ആൾ. എ ഫാക്ട് ബിൽ ലേറ്റർ ഫ്രീലി അക്നോളജ്ഡ്. അപ്പോൾ പിന്നീട് ഈ ഒരു യാഥാർത്ഥ്യം പറഞ്ഞിട്ടുണ്ട്. കോളിംഗ് ഹാങ് ഈസ് ഹിസ് പാർട്ണർ, അതായത് പിന്നീട് അദ്ദേഹം പാർട്ണർ എന്ന് വിളിക്കുന്നുണ്ട്. ഇൻ ദ ബുക്ക് എന്റർപ്രൈസസ്, പാർട്ണർ ഇൻ ദ ബുക്ക്, ഈ പറയുന്ന ബുക്കിന്റെ പ്രസ്ഥാനത്തിൽ എന്റെ പാർട്ണറായിരുന്നു ഹാങ് പി എന്ന് ബിൽ വിൽസൺ പറയുന്നുണ്ട്. എ പാർട്ണർഷിപ്പ് ദാറ്റ് വാസ് നോട്ട് ലിമിറ്റഡ് ടു ദെയർ മ്യൂച്വൽ ഇൻവോൾവ്മെന്റ്, അതായത് പാർട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ അതൊരിക്കലും അത് രണ്ടുപേർക്കും തുല്യ ഇൻവോൾവ്മെന്റ് ആണുള്ളത്. ഇൻ ദ ബിസിനസ് സൈഡ് ഓഫ് ദ പ്രൊജക്ട്, അതായത് ഇത്തരത്തിലുള്ള ഒരു ബിസിനസ് നടത്തുമ്പോൾ രണ്ടുപേർക്കും തുല്യ പ്രാധാന്യമാണ് ഉള്ളത്. ഹാങ് പി കണ്ടിന്യൂവൽ പ്രസൻസ്, അതായത് തുടർച്ചയായിട്ടുള്ള അദ്ദേഹത്തിന്റെ അവിടുത്തെ പ്രസൻസ് ഡ്യൂറിംഗ് ദ ആക്ച്വൽ റൈറ്റിംഗ് ഓഫ് ദ ബുക്ക് ഇൻ ന്യൂയോർക്ക് പ്രൊവൈഡ് ഹിം വിത്ത് മോർ ചാൻസസ് ടു ഇൻഫ്ലുവൻസ് വിൽസൺ. അതായത് തുടർച്ചയായിട്ടുള്ള ഈ ന്യൂയോർക്ക് ഓഫീസിലെ ഹാങ് പിയുടെ സാന്നിധ്യം ബിൽ വിൽസണിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ദാൻ എനിവൺ എൽസ് ഇൻ ദ ഫെലോഷിപ്പ്, അതായത് നമ്മുടെ കൂട്ടായ്മയിലെ ആരെക്കാൾ ഉപരിയായി അവർ തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരുന്നു. ആൻഡ് ഹി സീസ്ഡ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി ബൈ ആർഗ്യൂയിങ് വിത്ത് ബിൽ ഫോർ ഹിസ് പർട്ടിക്കുലർ പോയിന്റ് ഓഫ് വ്യൂ ഇൻ റിക്കവറി. അത് അദ്ദേഹം ഉപയോഗിച്ചത് എങ്ങനെയാണ്? അദ്ദേഹത്തിന്റെ ഒരു അവസരം അദ്ദേഹം ഉപയോഗിച്ചത് ബിൽ വിൽസണോട് തന്റെ പോയിന്റ് ഓഫ് വ്യൂ, ഈ മോചനത്തിന്റെ ഈ പറയുന്ന കാഴ്ചപ്പാട് വിവരിക്കാനായിട്ടാണ്. ആസ് വി ഹാവ് സീൻ, നമ്മൾക്കിപ്പോൾ കാണാൻ കഴിയും, ഹാങ് വാസ് നെവർ ബാഷ്ഫുൾ അബൌട്ട് ഓഫറിംഗ് ഹിസ് ഓൺ തോട്ട്സ്. അതായത് അദ്ദേഹത്തിന് ഒരിക്കലും ഒരു നാണക്കേട് ഒന്നും ഉണ്ടായിരുന്നില്ല അവന്റെ ചിന്തകൾ പങ്കുവെക്കാൻ. ഓൺ ദ ഓൾ ഇമ്പോർട്ടന്റ് ടോപ്പിക്, പ്രധാനപ്പെട്ട ഒരു തലക്കെട്ട് എന്ന് പറഞ്ഞാൽ വാട്ട് ഷുഡ് ഗോ ഇൻ ടു ദ ബുക്ക്, എന്താണ് ബുക്കിൽ കടന്നു പോകേണ്ടത്.
He wasted no time. അവൻ സമയമൊന്നും കളഞ്ഞില്ല. In empathetically advocating for his own perspectives. അവന്റെ സ്വന്തമായിട്ടുള്ള ആശയങ്ങൾ വിവരിക്കുന്നതിൽ അല്ലെങ്കിൽ ന്യായം പറയുന്നതിൽ വിചാരണ നടത്തുന്നതിൽ അവന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ബൈ സബ്മിറ്റിംഗ് ഹിസ് കോൺട്രറി ഐഡിയാസ്. ആദ്യം അവന്റെ ഒരു കുറെ ആശയങ്ങൾ ഹാങ്സ് ഐഡിയാസ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തു. ടു ബിൽ ഇൻ ഏർലി ജൂൺ മാസത്തിലാണ് അത് കൊടുത്തത്. ആൻഡ് ദെൻ ബൈ ക്രിയേറ്റിംഗ് ഹിസ് പ്രൊഫറ്റിക് ഔട്ട്ലൈൻ, അവന്റെ ഒരു പ്രവാചകപരമായ ചില ഔട്ട്ലൈനുകൾ കൊടുത്തു. ഫോർ ദ ബുക്ക് ഓഫ് എ കപ്പിൾ ഓഫ് വീക്സ് ലേറ്റർ, പിന്നീട് കുറച്ച് ആഴ്ചകൾക്ക് ശേഷം എ ലൈവ്ലി ഡയലോഗ്, ജീവിക്കുന്ന കുറെ വാക്കുകൾ ബിറ്റ്വീൻ ദ ടു മെൻ, അവർ രണ്ട് മനുഷ്യർ തമ്മിൽ ഷുവർലി കണ്ടിന്യൂഡ് ഓവർ ദ നെക്സ്റ്റ് 3 months. അടുത്ത 3 മാസക്കാലം ഇങ്ങനെ ജീവിക്കുന്ന വാക്കുകൾ അവർ രണ്ടുപേരും തമ്മിൽ തുറന്നുകൊണ്ടിരുന്നു. ബട്ട് വെൻ ബിൽ ഫൈനലി റിട്ടേൺ ടു റൈറ്റിംഗ് ഓഫ് ദ ബുക്ക് ഇൻ മിഡ് സെപ്റ്റംബർ, വീണ്ടും അദ്ദേഹം ബുക്ക് സെപ്റ്റംബറിൽ എഴുതാൻ തുടങ്ങിയപ്പോൾ ഹാങ് വാസ് ഗിവൺ ദ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഓഫ് സ്പീക്കിംഗ് ഹിസ് മൈൻഡ് വിത്ത് സ്പെസിഫിക് റെഗുലാരിറ്റി. അത് ഹാങ് അവനോട് നല്ല ഒരു സുവർണ അവസരം ഹാങ്കിന് കിട്ടി ഇവനോട് ഇതിന്റെ തുടർച്ചയായിട്ട് ഇതിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ വിവരിക്കാനായിട്ട്. ബിയോണ്ട് ബിൽസ് ഓൺസ് ടെസ്റ്റിമണി, ബില്ലിന്റെ സ്വന്തമായിട്ടുള്ള സാക്ഷ്യപ്രകാരം the fact that Hank made a substantial contribution to the books is confirmed by Ruth Hawk. അതായത് റൂത്ത് ഹോക്ക് ബില്ലിന്റെ സ്വന്തമായിട്ടുള്ള സാക്ഷ്യപ്പെടുത്തലും അതുപോലെ തന്നെ ഹാങ്കിന്റെ തുടർച്ചയായിട്ടുള്ള കോൺട്രിബ്യൂഷനും ബുക്കിലേക്കുള്ള കോൺട്രിബ്യൂഷനും കൺഫേം ചെയ്തിരിക്കുന്ന റൂത്ത് ഹോക്കാണ്. പിന്നീട് അവള് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഹാങ്ക് എപ്പോഴും ഇതിനു വേണ്ടി ബില്ലുമായിട്ട് തർക്കിക്കുമായിരുന്നു. ദ ഓൺലി അതർ പേഴ്സൺ ഹു വാസ് ആൻ ഐ വിറ്റ്നസ് ടു ദിസ് പ്രോസസ്, അതായത് റൂത്ത് ഹോക്കിനെയും ബിൽ ഡബ്ല്യുവിനെയും കൂടാതെ മറ്റൊരു മനുഷ്യൻ ഉണ്ടായിരുന്നില്ല ഈ അല്ലെങ്കിൽ നേർസാക്ഷ്യം വഹിച്ച മറ്റൊരാളുണ്ടായിരുന്നില്ല. ഹാങ് പി ആയിരുന്നു ആ മനുഷ്യൻ. വെൻ സ്പെസിഫിക്കലി ആസ്ക്ഡ് അബൌട്ട് ഹാങ് പീസ് ഇൻപുട്ട്, നമ്മളിപ്പോ എന്താണ് പ്രത്യേകം ഹാങ്കിന്റെ ഇൻപുട്ട് എന്താണ് പ്രത്യേകം ചോദിച്ചാൽ, ഷീ റെഡിലി അഡ്മിറ്റഡ് ഹി വാസ് പ്രസന്റ് ത്രൂ ഔട്ട് ദ ന്യൂയോർക്ക് റൈറ്റിംഗ് പീരീഡ്സ്. അതായത് റൂത്ത് ഹോക്ക് പറയുകയാണ് അവൻ തുടർച്ചയായി ഈ ന്യൂയോർക്കിൽ റൂമിലുണ്ടായിരുന്ന ഓഫീസിലുണ്ടായിരുന്ന റൈറ്റിങ്ങിലെല്ലാം ആ പീരീഡിലെല്ലാം അവൻ അവിടെ സാന്നിധ്യം ഉണ്ടായിരുന്നു, അവൻ സംസാരിച്ചിരുന്നു. ആൻഡ് ക്ലെയിംഡ് ദാറ്റ് ഹി കോൺട്രിബ്യൂട്ടഡ് എ ലോട്ട് ഓഫ് ഐഡിയാസ്, അവൻ ഒരുപാട് ആശയങ്ങൾ സംഭാവന ചെയ്തു എന്നാണ്. ഹാങ് പിയെ പറ്റി പിന്നീട് പലപ്പോഴും നമ്മൾ വായിക്കുന്നത് തന്നെ അതാണ്. ഒരു മിനിറ്റിൽ ഒരു സെക്കൻഡിൽ അനേകം ആശയങ്ങൾ വരുന്ന വളരെ ബുദ്ധിമാനായ മനുഷ്യനായിരുന്നു ഹാങ് പി. പിന്നെ അവൾ വീണ്ടും പറഞ്ഞു അവൻ ശരിക്കും അത് ചെയ്തു. അതായത് ഓരോ ബുക്കിനും വേണ്ടിയിട്ടുള്ള അവന്റെ ആശയങ്ങൾ കൃത്യമായി കൊടുത്തുകൊണ്ടേയിരുന്നു. ഹൗവർ, അതുകൊണ്ട് തന്നെ ബിൽ വാസ് നോട്ട് വെരി റെസ്പെക്റ്റീവ് ടു മോസ്റ്റ് ഓഫ് ഹാങ്സ് കമന്റ്സ് ആൻഡ് സജഷൻസ്. ബില്ല് എപ്പോഴും വെരി റെസെപ്റ്റീവ് ടു മോസ്റ്റ് ഓഫ് ഹാങ്കിന്റെ ഈ കമന്റ്സുകളും അതായത് ഈ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം സ്വീകരിക്കുന്ന തരത്തിൽ ബില്ല് എപ്പോഴും നിന്നിരുന്നില്ല. ബിയോണ്ട് ദ റണ്ണിങ് ആർഗ്യുമെന്റ്സ് ഓവർ കണ്ടന്റ്, ഇത്തരം ആശയങ്ങളിലെ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരുന്ന തർക്കങ്ങൾക്കൊടുവിൽ സ്റ്റൈൽ വാസ് ഓൾസോ ആൻ ഇഷ്യൂ. ഈ പറയുന്ന ബില്ല് അത് സ്വീകരിക്കും. അതായത് ഹാങ്ക് എന്തെങ്കിലും പറഞ്ഞ ഉടനെ തന്നെ ബില്ല് അത് സ്വീകരിക്കായിരുന്നില്ല. അതിനെക്കുറിച്ചുള്ള ആ കണ്ടന്റിനെ കുറിച്ചുള്ള തുടർച്ചയായിട്ടുള്ള ആർഗ്യുമെന്റുകൾ അവർ തമ്മിൽ നടന്നിരുന്നു. അതായിരുന്നു അവരുടെ ഒരു സ്റ്റൈൽ. ആർഗ്യുമെന്റുകൾക്ക് ശേഷം സ്വീകരിക്കുക, അല്ലെങ്കിൽ ആ ഫാക്ട് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം. ആർഗ്യുമെന്റ്സ് മീൻസ് എന്ന് പറഞ്ഞാല് തർക്കം എന്ന് പറഞ്ഞാൽ അടിയല്ല, ആ ആശയം എന്തുകൊണ്ട് അവിടെ വിവരിക്കണം എന്നുള്ള ചില നിർദ്ദേശങ്ങൾ ഹാങ്കും ബില്ലും പരസ്പരം കൊടുത്തിരുന്നു. അതിനുശേഷമാണ് അതിരുന്നത്. അപ്പോ പിന്നീട് നമ്മൾ അറിയുന്നത് അതായിരുന്നു അവരുടെ ഒരു സ്റ്റൈല്. ആസ് നോട്ടഡ് ഏർലിയർ, മുൻപ് പറഞ്ഞ പോലെ ഹാങ് ഹാഡ് റീസെന്റ് ടേക്കൺ എ റൈറ്റിംഗ് സ്കൂൾ ഓഫ് കോഴ്സ്. ഈ ഹാങ് ഇതിനിടയിൽ ഹാങ് റൂത്തും പോകുന്നുണ്ട്, ഒരു റൈറ്റിംഗ് സ്കൂളിൽ പോകുന്നുണ്ട്. അതായത് എഴുതാൻ പഠിക്കാനായിട്ട് എന്ന് വെച്ചാൽ പുസ്തകങ്ങളൊക്കെ എങ്ങനെ എഴുതാം, ചെറുകഥകൾ എങ്ങനെ എഴുതാം എന്നൊക്കെ പഠിക്കാനായിട്ട് ഒരു സ്കൂളിൽ പോകുന്നുണ്ട്. ആഫ്റ്റർ വിച്ച് ഹി വാസ് കോൺസ്റ്റന്റ്ലി അഡ്വൈസിങ് ബിൽ ഓൺ ഹൗ ടു ഇംപ്രൂവ് ഹിസ് പ്രോസ് സ്റ്റൈൽ. അതായത് അതിനുശേഷമാണ് പിന്നെ കൂടുതലായി ഹാങ്ക് ബില്ലിന്റെ എഴുത്തു ശൈലിയെ കുറിച്ച് എങ്ങനെയായിരിക്കണമെന്ന് നിർദ്ദേശിക്കാനും പറയാനൊക്കെ തുടങ്ങിയത്. അത് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്, ഇംപ്രൂവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തത്. ദിസ് സജഷൻസ് ഡിഡ് നോട്ട് സിറ്റ് particularly, ഇത് ഈ ഒരു കാര്യം മാത്രമല്ല, നിർദ്ദേശം മാത്രം അവിടെ തനിയെ ഇരിക്കുന്നില്ല. വെൽ വിത്ത് വിൽസൺ, who later noted rather bluntly that in the regard he didn't go for Hank's advice very much. പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട്, ബിൽ വിൽസൺ പറയുന്നുണ്ട്, ഡിഡിൻ ഗോ ഫോർ ഹാങ്സ് അഡ്വൈസ് വെരി മച്ച്, ഞാൻ പലപ്പോഴും
അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളിലൂടെ അധികം നാളും പോയില്ല, അല്ലെങ്കിൽ അത് വളരെയധികം ശ്രദ്ധിച്ചില്ല എന്നർത്ഥത്തിലാണ്. അപ്പൊ അടുത്തത് പറയുന്നത് ഗോഡ് ആർഗ്യുമെന്റിനെ കുറിച്ച്. ഹാങ്ക് ലോസസ് ദ ഗോഡ് ആർഗ്യുമെന്റ്, അതായത് ദൈവത്തിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ദൈവം എന്ന വാക്കിനെ കുറിച്ചുള്ള തർക്കത്തെ കുറിച്ചാണ്. ബട്ട് മച്ച് മോർ കോൺഫറൻഷ്യൽ പാർക്സ് കോൺട്രറി ഒപ്പീനിയൻ, അതായത് മറ്റുള്ള കാര്യങ്ങളെ പോലെ ഹാങ്കിനുള്ള വിരുദ്ധ അഭിപ്രായത്തെ പോലെ അബൌട്ട് വാട്ട് ഷുഡ് ആൻഡ് ഷുഡ് നോട്ട് ബി ഗോയിങ് ടു ഇൻ ദ ബുക്ക്, അതായത് ബുക്കിൽ എന്ത് വേണം എന്ത് വേണ്ട എന്നുള്ള അദ്ദേഹത്തിന്റെ വിരുദ്ധ മനോഭാവങ്ങൾ പോലെ ഹി ഹാഡ് സ്ട്രോങ് കൺവിക്ഷൻസ്, അദ്ദേഹത്തിന് നല്ലൊരു അഭിപ്രായം ഉണ്ടായിരുന്നു, ശക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ദാറ്റ് വിൽസൺ ഹാഡ് ബീൻ അനേബിൾ ടു ചേഞ്ച് ഓവർ ദ പാസ്റ്റ് സെവറൽ മന്ത്സ്, അതായത് ധാരാളം മാസങ്ങളായി ബിൽ വിൽസൺ ഒരിക്കലും മാറ്റാത്തൊരു കാര്യം. ഫോർ എക്സാമ്പിൾ, ഒരു കാര്യം ഉദാഹരണത്തിൽ പറയാം. ഹാങ്ക് വാസ് സ്റ്റിൽ ഓപ്പോസിറ്റ് ടു ദ സ്ട്രോങ് റിലീജിയസ് സ്ലാൻഡ്, അതായത് മതപരമായുള്ള ആശയങ്ങൾ വിൽക്കുന്ന തരത്തിൽ നമ്മൾ അവിടെ സ്ലാൻഡ്, അതുപോലത്തെ ഒരു കാഴ്ചപ്പാടായിരിക്കരുത് ബില്ലിനുണ്ടായിരുന്നത്. അതായിരുന്നു വാസ് ഗിവിംഗ് ടു ദയർ സൊല്യൂഷൻ, അതായത് അവരുടെ പരിഹാരം കൊടുക്കുമ്പോൾ ഈ മതത്തെ ശക്തമായി അവിടെ വിവരിക്കരുത്. ആൻഡ് ഹി കണ്ടിന്യൂഡ് ടു അഡ്വക്കേറ്റ്, അവൻ തുടർച്ചയായിട്ട് അവനോട് പറഞ്ഞുകൊണ്ടിരുന്നു ഫോർ ഹിസ് ജൂൺ പൊസിഷൻ, ജൂൺ മാസമാണ് ആ പൊസിഷൻ വന്ന, ദാറ്റ് റിലീജിയൻ എക്സെട്ര ഷുഡ് നോട്ട് ബി ബ്രോട്ട്, അതായത് ആ ഹാങ്സ് ഐഡിയയിൽ അദ്ദേഹം പറയുന്നുണ്ട് ആ മതം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനകത്തേക്ക് വലിച്ചെടുച്ചുകൊണ്ട് വരരുത്. ഇൻ ദ പിക്ചർ വെൻ ഡിസ്ക്രൈബിങ് ദയർ മെത്തേഡ് ഓഫ് ഗെറ്റിംഗ് സോബർ, അതായത് അവരുടെ സുബോധം കിട്ടാനായി മതപരമായ ആശയങ്ങൾ സ്വീകരിക്കണമെന്നുള്ള ഒരു ചിത്രം അവർക്ക് ലഭിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ വലിച്ചെടുച്ചു വരരുത്. വിൽസൺ ക്ലെയിംസ് ദാറ്റ് ഡ്യൂറിംഗ് ദിസ് early period ഹാങ് പി ഈവൻ വെൻ ടു സോ ഫാർ ആസ് ഡിമാൻഡ് ദ വേർഡ് ഗോഡ് ഡിലേറ്റഡ്, അതായത് പിന്നീട് വിൽസൺ പറയുന്നുണ്ട് ഹാങ്ക ഈ സമയത്ത് ഈ പറയുന്ന ദൈവം എന്ന വാക്ക് പോലും അവിടെ നിന്ന് ഡിലേറ്റഡ് ചെയ്യണം ഫ്രം ദ ബുക്ക് എൻറ്റയർലി, അതായത് ബുക്കിൽ നിന്ന് പൂർണ്ണമായിട്ട് ദൈവം എന്ന വാക്ക് പോലും ഒഴിവാക്കണമെന്ന് ഹാങ് പി അവനോട് ആവശ്യപ്പെട്ടു. ഇറ്റ് ഈസ് ഹാർഡ് ടു ഇമാജിൻ എ പൊസിഷൻ എനി ഫർദർ ഫ്രം ദാറ്റ് ബിൽ വാസ് ദ റൈറ്റിംഗ് ഫോർ ദ ബുക്ക്, അതായത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയുകയില്ല അങ്ങനെ ഒരു പൊസിഷൻ ബിൽ വിൽസൺ റൈറ്റിംഗ് ദ ബുക്കിൽ അല്ലെങ്കിൽ ബുക്ക് എഴുതിയപ്പോൾ സ്വീകരിച്ചതിനെ പറ്റി. ബട്ട് ഹാങ് ഡിസീവ്ലി ലോസ്റ്റ് ദാറ്റ് ആർഗ്യുമെന്റ് ആൻഡ് ഹി ക്ലിയർലി ഡിഡ് സോ ഏർലി ഓൺ ആസ്. ഹാങ്കിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ ആർഗ്യുമെന്റ് അദ്ദേഹം തിരുത്താത്തത് കൊണ്ട് ലോസ്റ്റ് ആയി. ആൻഡ് ഹി ക്ലിയർലി ഡിഡ് സോ ഏർലി ഓൺ ആസ് ക്യാൻ ബി സീൻ ഫ്രം even a cursory reading of the first 6 chapters so far written. അപ്പം ഈ കഴിഞ്ഞ 6 ചാപ്റ്ററുകൾ എഴുതി കഴിഞ്ഞു. അപ്പൊ അതിനകത്തേക്ക് കൂടുതൽ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ ദൈവം എന്നുള്ള വാക്ക് പൂർണ്ണമായും ബുക്കിൽ നിന്നും ഒഴിവാക്കണമെന്നാണ് ഹാങ്ബിയുടെ അഭിപ്രായം. എ ക്വിക്ക് സെർച്ച് ഓഫ് ദിസ് ചാപ്റ്റേഴ്സ്, ഈ ചാപ്റ്റർ പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ ആസ് പ്രിന്റഡ് ഓൺ ജസ്റ്റ് 39 pages ഓഫ് ദ മൾട്ടിലിപ്ത് കോപ്പി, അതായത് ബുക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഇറങ്ങിയ കോപ്പിയുടെ പേരാണ് മൾട്ടിലിത്ത് കോപ്പി. ആ കോപ്പിയിലെ 39 പേജുകൾ നോക്കുമ്പോൾ ഫൈൻഡ് 69 ഇൻസ്റ്റൻസ് ഓഫ് ദ വേർഡ്സ് ഗോഡ്, അതായത് 69, അതായത് 69 വാക്കുകൾ ഗോഡായിട്ട് എഴുതിയിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഡസ് നോട്ട് ടേക്ക് ഇൻ ടു അക്കൗണ്ട് എനി ഓഫ് ദ റെഫറൻസ് ടു ദ ഡിവൈൻ ഹി ഓർ ഹിം, അതൊരിക്കലും ഹി ഓർ ഹിം എന്നുള്ള വാക്കിൽ അവിടെ എഴുതിയിട്ടില്ല. നോട്ട് ടു എനി ഓഫ് ദ അതർ നെയിം ഫോർ ദ പ്രൊവിഡൻഷ്യൽ ഡയറ്ററി ദാറ്റ് അപ്പിയർ സോ ഫ്രീക്വന്റ്ലി ഇൻ ദീസ് പേജസ്, അതായത് മറ്റേതെങ്കിലും തരത്തിൽ ദൈവത്തെ വിവരിക്കാനായിട്ട് അവിടെ ഉപയോഗിച്ചില്ല. ഗിവൺ ദ ubiquity of the word God and similarly regular reference of the supreme being, അതായത് ദൈവത്തിന് ഒരു ഉന്നത ശക്തി ഉണ്ടെന്ന് വിവരിക്കാനും it is hard to imagine that Bill made any effort at all tone down the number of explicit references to God in response to Hank's criticism. പിന്നീട് ഹാങ്കിന്റെ ക്രിറ്റിസിസത്തിന് ശേഷം ഈ പറയുന്ന റെഫറൻസസ് അദ്ദേഹം ഹി ഓർ ഹിം എന്ന രീതിയിൽ മാറ്റുകയും ആ ടോൺ മാറ്റുകയും ചെയ്തു. ഓൺ ദിസ് ഇഷ്യൂ, ഇത്തരം ഇഷ്യൂകളിൽ ഈ കംപ്ലീറ്റ്ലി ഡിസ്മിസ്ഡ് ഹാങ്സ് ആർഗ്യുമെന്റ് ഫോർ എ പ്യുവർലി റിലീജിയസ്, അതായത് ശുദ്ധമായ ഒരു മതപരമല്ലാത്ത റിലീജിയസ് ആയിരിക്കണം, റിലീജിയൻ ഇല്ലാത്ത മതമില്ലാത്ത ഒരു കാര്യമായിരിക്കണം എന്നുള്ള അപ്രോച്ച് അദ്ദേഹം പൂർണ്ണമായും തള്ളിക്കളഞ്ഞെങ്കിലും ചില കാര്യങ്ങളിൽ അദ്ദേഹം ഈ ഗോഡ് എന്ന് പറയുന്ന കാര്യം എപ്പോഴും അവിടെ വിവരിക്കുന്നത് അദ്ദേഹം ഒഴിവാക്കി. റിമൈൻഡ് ഫെയ്ത്ത്ഫുൾ ടു ഹിസ് ഒറിജിനൽ പ്ലാൻ ഓഫ് പ്രസന്റിങ്, അദ്ദേഹം പ്ലാൻ എങ്ങനെയാണോ അത് പ്രസന്റ് ചെയ്യണമെന്ന് അതിനകത്ത് ഉറച്ചു നിന്നു. എ ബേസിക്കലി റിലീജിയസ് സൊല്യൂഷൻ ടു ദ പ്രോബ്ലം ഓഫ് ആൽക്കഹോളിസം, അതായത് ഒരു മതപരമായ പരിഹാരമല്ല
പരിഹാരമാണ് ഈ പറയുന്ന ആൽക്കഹോളിസത്തിനുള്ള പ്രശ്നം എന്നുള്ളതിനേക്കാൾ ഉപരിയായി with Pang's critical comments about his writing style, Bill obviously didn't go for Hang's advice very much. ഹാങ്ങിന്റെ അഡ്വൈസ് വളരെയധികം അദ്ദേഹത്തിന്റെ ഈ റൈറ്റിംഗ് സ്റ്റൈലിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ കൂടുതൽ സ്വീകരിച്ചില്ല. ഇറ്റ് കെയിം ടു ഹിസ് സജഷൻ ഫോർ ഹിസ് ബേസിക്കലി നോൺ റിലീജിയസ് അപ്രോച്ച്. പക്ഷേ ഈ പറയുന്ന നോൺ റിലീജിയസ് അപ്രോച്ച് ആയിരിക്കണം എന്നുള്ള അദ്ദേഹത്തിന്റെ കാര്യവും അദ്ദേഹം സ്വീകരിച്ചില്ല. പക്ഷെ അദ്ദേഹത്തിന് ചില വാക്കുകൾ ഹിം എന്നൊക്കെ ഉള്ള രീതിയിൽ മാറ്റാനായിട്ട് സാധിച്ചു. അതിനുശേഷം പിന്നീട് അദ്ദേഹം ഗോഡ് പ്ലസ് മോറൽ സൈക്കോളജി, അദ്ദേഹം ദൈവവും ധാർമ്മിക മനഃശാസ്ത്രവും എന്നുള്ള ആശയത്തിലാണ് ബുക്ക് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇൻ ഓപ്പോസിഷൻ ടു ബിൽ സ്ട്രോങ് എംബസിസ് ഓൺ ഗോഡ്, അതായത് സാധാരണ രീതിയിൽ ബില്ല് വിവരിച്ചിരിക്കുന്ന ഒരു ദൈവത്തിന് വിരുദ്ധമായി ഹാങ്ക് ഹാഡ് ലോബിഡ് ഫോർ എ പ്യൂർലി സൈക്കോളജിക്കൽ എക്സ്പ്ലനേഷൻ ഓഫ് ദർ സൊല്യൂഷൻ. ഹാങ്ക് എപ്പോഴും ചിന്തിച്ചിരുന്നതെങ്കിൽ ലോബീഡ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ അതിനകത്ത് പറയാൻ ആഗ്രഹിച്ചിരുന്നത് ഒരു മനഃശാസ്ത്രപരമായ വിവരണമാണ് പരിഹാരം, ഈ പറയുന്ന പ്രശ്നത്തിനുള്ള പരിഹാരമായിട്ട്. വൺ ദാറ്റ് വാസ് ഫാമിലി ബേസ്ഡ് ഓൺ ദ മോറൽ സൈക്കോളജി, ഒന്ന് ധാർമ്മിക മനഃശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തുകയാണ്. ഓഫ് ഈഗോ റിഡക്ഷൻ, അതായത് അഹങ്കാരത്തിന്റെ ചുരുക്കം. ആൻഡ് ലൈഫ് ഓഫ് ഇൻക്രീസ്ഡ് യൂസ്ഫുൾനെസ് ടു അതേഴ്സ്, അതായത് അഹങ്കാരം കുറച്ച് നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി പൂർണ്ണമായും അല്ലെങ്കിൽ ഉപകാരപ്രദമായി ജീവിക്കാവുന്നത് വർദ്ധിപ്പിക്കുക. അതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. വി ആർ ആക്ച്വലി ഇറിലീജിയസ്, നമ്മൾ ശരിക്കും പറഞ്ഞാൽ മതപരമല്ലാത്ത ആളുകളാണ്. ബട്ട് വി ആർ ട്രൈങ് ടു ബി ഹെൽപ്ഫുൾ, പക്ഷെ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. വി ഹാവ് ലേൺ ടു ബി ക്വയറ്റ്, നമ്മൾ ശാന്തരായിട്ടിരിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ടു ബി മോർ ട്രൂത്ത്ഫുൾ, നമ്മൾ സത്യസന്ധരായിരിക്കാൻ ആഗ്രഹിക്കുന്നു. ടു ബി മോർ ഹോണസ്റ്റ്, സത്യസന്ധരായി ശരി ചെയ്യാൻ ആഗ്രഹിക്കുന്നു, സത്യസന്ധനായിരിക്കാൻ ആഗ്രഹിക്കുന്നു. ടു ട്രൈ ടു മോർ യു അൺസെൽഫിഷ്നെസ്, സ്വാർത്ഥതയില്ലാത്ത ആളുകളായിട്ട് ഇരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ടു മേക്ക് ദ അതർ ഫെലോസ് ട്രബിൾസ്, അപ്പോൾ മറ്റുള്ള ആളുകളുടെ പ്രശ്നങ്ങൾക്കായി നമ്മൾ സഹായിക്കുകയാണ്. അവർ ട്രബിൾസ്, അതോടൊപ്പം നമ്മുടെ പ്രശ്നങ്ങൾ. ആൻഡ് ബൈ ഫോളോയിങ് 4 steps വി മോസ്റ്റ് ഓഫ് us ഹാവ് എ റിലീജിയസ് എക്സ്പീരിയൻസ്. അവസാനത്തെ 4 സ്റ്റെപ്പുകളിൽ നമുക്ക് ഒരു ആത്മീയ അനുഭവങ്ങളും ഉണ്ടാകുന്നുണ്ട്. ദ ഫെലോഷിപ്പ്, ദ അൺസെൽഫിഷ്നെസ് അപ്പീൽസ് ടു അസ്, അതായത് നമുക്ക് ഈ കൂട്ടായ്മയും നമ്മുടെ അൺസെൽഫിഷ്നെസ് സ്വാർത്ഥതയില്ലായ്മയും നമ്മളിൽ പ്രത്യക്ഷപ്പെടും. Bill actually agreed with most of this, recognizing Dr. Silco's idea on moral psychology. അപ്പോൾ ബില്ല് ശരിക്കും ഇത് പ്രസന്റ് ചെയ്യാനുള്ള ഒരു കാരണം ഡോക്ടർ സിൽക്വർത്തിന്റെ ഈ തരത്തിലുള്ള ധാർമ്മിക മനഃശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ആസ് എ ക്രിട്ടിക്കൽ എലമെന്റ് ഓഫ് ഇൻ എനി മീനിങ്, അതായത് എലമെന്റ് ഇൻ എനി മീനിങ് ഫുൾ ആൻഡ് സസ്റ്റൈൻഡ് റിക്കവറി, അതായത് യഥാർത്ഥത്തിൽ മീനിങ് ഫുൾ, അർത്ഥപൂർണമായ ആൻഡ് സസ്റ്റൈൻഡ് റിക്കവറി. സസ്റ്റൈൻഡ് റിക്കവറി എന്ന് വെച്ചാൽ തുടർച്ചയായിട്ടുള്ള റിക്കവറിക്ക് അല്ലെങ്കിൽ നിലനിൽക്കുന്ന റിക്കവറിക്ക് ഈ പറയുന്ന ഡോക്ടർ സിൽക്വർത്തിന്റെ ആശയം മോറൽ സൈക്കോളജി, ധാർമ്മിക മനഃശാസ്ത്രം എന്ന ആശയം അദ്ദേഹം ബുക്കിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ബട്ട് he didn't feel it was sufficient by itself for keeping someone sober. പക്ഷെ ഒരാളെ ഇത് മാത്രം സോബറായിട്ട് നിർത്തുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. വിൽസൺസ് മോഡൽ ഫോർ ഗെയിനിങ് ആൻഡ് മെയിൻറ്റെയിനിങ് സോബറിറ്റി, അതായത് ബിൽ വിൽസന്റെ മോഡൽ എന്താണ്? ഈ പറയുന്ന സ്വബോധാവസ്ഥ നിലനിർത്താനും മെയിൻറ്റെയിനിങ് ആൻഡ് ഗെയിനിങ് കിട്ടാനും തുടർച്ചയായിട്ട് കൊണ്ടുപോകാനും ആസ് എ മച്ച് മോർ ബാലൻസ്ഡ് അപ്രോച്ച്, അതായത് രണ്ടും കൂടിയുള്ള ഒരു ബാലൻസർ ആയിട്ടുള്ള സമീപനമാണ് വേണ്ടത്. ഇൻകോർപ്പറേറ്റിംഗ് സ്പിരിച്വൽ, അതായത് യാതൊരുവിധ മറ്റു പല കാര്യങ്ങളുമായി യാതൊരു ബന്ധമില്ലാത്ത ഒരു ആത്മീയതയും സൈക്കോളജിക്കൽ മാനസികമായിട്ടുള്ള ആൻഡ് ഫിസിക്കൽ പാർട്സ്, നമ്മുടെ ശാരീരികമായ, ബട്ട് വിത്ത് ദ ഗ്രേറ്റസ്റ്റ് എംഫസിസ് ബീയിങ് പ്ലേസ്ഡ് ഫാമിലി ഓൺ ദ സ്പിരിച്വൽ. ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ആത്മീയമായിട്ടുള്ള ഇതിലൂടെയാണ് നമുക്ക് ചേരാൻ പറ്റുന്നത്. സ്റ്റിൽ ഹിസ് അഗ്രിമെന്റ് വിത്ത് ദ റിയൽ നീഡ് ഫോർ ഈഗോ റിഡക്ഷൻ. പക്ഷെ ഇപ്പോഴും അദ്ദേഹത്തിനും ഒരു കാര്യമുണ്ട്, അഹങ്കാരം നമ്മൾ കുറയ്ക്കണം. ആൻഡ് എ ലൈഫ് റീഡയറക്റ്റഡ് ടുവാർഡ്സ് യൂസ്ഫുൾനെസ്. അഹങ്കാരം കുറച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ. ടു അതേഴ്സ് made it easy for Bill to include any number of reference to the importance of moral psychology in what he wrote. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് വളരെ എളുപ്പത്തിൽ
മറ്റ് റെഫറൻസുകളെല്ലാം ഈ ധാർമ്മിക മനഃശാസ്ത്രത്തിന്റെ പേരിൽ പ്രധാനപ്പെട്ടതായി ഇതിനകത്ത് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. നോട്ടിങ് ഇൻ ജസ്റ്റ് വൺ ഡ്രാമാറ്റിക് എക്സാമ്പിൾ, നമുക്ക് ഒരു നാടകീയമായ ഒരു ഉദാഹരണം നോക്കാം. ദാറ്റ് ദ റിക്കവേർഡ് മെയിൻ ജോബ് വാസ് ടു ബി മാക്സിമം ഓഫ് ഹെൽപ്ഫുൾ ടു അതേഴ്സ്. അതിനൊരു വാക്കാണ്, അതായത് ഈ ധാർമ്മിക മനഃശാസ്ത്രത്തെ ഉൾപ്പെടുത്തിയിരുന്നു നമുക്ക് പറയുന്ന മറ്റൊരു വാക്ക് നമുക്ക് എടുക്കാം, ബി ഓഫ് മാക്സിമം ഹെൽപ്ഫുൾനെസ് ടു അതേഴ്സ്. മറ്റുള്ളവർക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ജീവിതം നയിക്കണമെന്ന്. ബിയോണ്ട് ഫ്രീക്വന്റ് റെഫറൻസ് ത്രൂ ഔട്ട് ദി 6 chapters to the need to get outside of oneself and to become a useful participant in society. അതായത് ഈ 6 ചാപ്റ്ററിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അല്ലെങ്കിൽ നീഡും എന്താണ്? ഒരാൾ അവനിൽ നിന്ന് പുറത്തു ചാടി യൂസ്ഫുൾ പാർട്ടിസിപ്പന്റ് സൊസൈറ്റി, സമൂഹത്തിലെ ഏറ്റവും ഉപകാരപ്രദമായ ഒരു വ്യക്തിയായിട്ട് അവനിൽ നിന്ന് പുറത്തു ചാടി ചെയ്യണം. 1 chapter വർക്കിംഗ് വിത്ത് അതേഴ്സ്, അതായത് മറ്റുള്ളവരോടൊരു പ്രവർത്തനം വാസ് ഡിവോട്ടഡ് ഓൾമോസ്റ്റ് എക്സ്ക്ലൂസീവ് ടു യൂസ്ഫുൾനെസ് ആൻഡ് ലിറ്റിൽ എൽസ്. അപ്പം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തുമാത്രം സഹായം ചെയ്യണം എന്ന് വിവരിക്കുന്നതിനാണ് ആ ചാപ്റ്റർ മുഴുവനായി അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. അണ്ടർ ദിസ് സർക്കംസ്റ്റാൻസസ്, ഈ സാഹചര്യത്തിൽ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു സേ ഹൗ മച്ച് of the moral psychology and the regular emphasis of usefulness to others found in Bill Wilson's writing should be credited to Hank P. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഈ ധാർമ്മിക മനഃശാസ്ത്രവും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, പിന്നെ ഇതിന്റെ ഉപയോഗം ഇവിടെ ബിൽ വിൽസൺ കണ്ടുവരുത്തിയത്, പ്രത്യേകിച്ച് ബുക്ക് എഴുതുന്നതിൽ പൂർണ്ണമായും അതിന്റെ ക്രെഡിറ്റ് നമുക്ക് ഹാങ് പിക്ക് കൊടുക്കേണ്ടി വരും. ബട്ട് വിത്ത് ബിൽസ് ലാവിഷ് ഇൻക്ലൂഷൻ ഓഫ് ഹാങ്സ് ബിലോവ്ഡ് സൈക്കോളജിക്കൽ, ബില്ലിന്റെ പിന്നീടുള്ള ഈ പറയുന്ന ഹാങ്കിന്റെ ബിലോവ്ഡ് സൈക്കോളജിക്കൽ ആൻഡ് altruistic elements in the next text, it would hardly be fair to say that Hanks lost all his arguments. അതായത് ബിൽ വിൽസനും ഉണ്ടായിരുന്ന തർക്കത്തിന്റെ ഈ പറയുന്ന സൈക്കോളജിക്കലും അലൂട്രിറ്റിക് എലമെന്റ്സും, അതായത് ഹാങ്ക് കുറെ ഐഡിയാസ് ഒക്കെ കൊടുക്കുന്നുണ്ട്, അത് പൂർണ്ണമായും ലോസ്റ്റ് ആയി അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല വിത്ത് ബിൽ വിൽസണുമായിട്ടുള്ളത്. അബൌട്ട് ദ കണ്ടന്റ് ആൻഡ് ദ ടോൺ ഓഫ് ദ ബിഗ് ബുക്ക്, അതായത് ബിഗ് ബുക്കില് അതിന്റെ കണ്ടന്റും ടോണും ബിൽ വിൽസൺ പ്രത്യേക രീതിയിൽ എഴുതി ചേർത്തു എന്നേ ഉള്ളൂ. ബിൽ വാസ് വില്ലിംഗ് ടു എംഫസൈസ് ദ സൈക്കോളജിക്കൽ ആസ്പെക്ട് ഹാങ്ക് കൺസിഡേർഡ്. തീർച്ചയായും ബില്ല് ബുക്കിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഈ പറയുന്ന മാനസിക സൈക്കോളജി, മനഃശാസ്ത്രപരമായ ഒരു വശം ഹാങ്ക് പരിഗണിച്ചത് സിംഗുലർലി ഇമ്പോർട്ടന്റ്. അത് മാത്രമായിട്ട് പ്രാധാന്യം കൊടുത്തില്ല. എഗ്രീയിങ് ദാറ്റ് ഇറ്റ് വാസ് ഇൻഡിസ്പെൻസിബിൾ ദാറ്റ് ഫോർ റിക്കവറി. അതായത് ഒരാളുടെ മോചനത്തിന് ഈ ധാർമ്മികമായിട്ടുള്ള ഈ മനഃശാസ്ത്രപരമായിട്ടുള്ള വശവും കൂടി ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അത് മാത്രമായി ഹാങ്ക് പറയണമെന്ന് പറഞ്ഞതിനെയാണ് ബിൽ വിൽസൺ എഴുതിയെടുത്തത്. ഹാങ്കിനെ സംബന്ധിച്ചിടത്തോളം മനഃശാസ്ത്രപരമായ ഒരു അപ്രോച്ചാണ് വേണ്ടത്. ബില്ല് അതല്ല, ബില്ല് രണ്ടും കൂടി, അതായത് സ്പിരിച്വൽ മോറൽ സൈക്കോളജി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ആത്മീയമായ അനുഭവത്തോടുകൂടിയും ഒപ്പം ഒരു ധാർമ്മികമായിട്ടുള്ള മനഃശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് വേണം ഒരാൾ ഇത് ചെയ്യണമെന്ന് മോഡൽ ഓഫ് റിക്കവറി അങ്ങനെയാണ് അത് വിവരിച്ചിരിക്കുന്നത്. അപ്പോ സിംഗുലാർലി ഇമ്പോർട്ടന്റ്, അതായത് അദ്ദേഹം ഒരു കാര്യം മാത്രമാണ് ഹാങ് പി പറഞ്ഞത്, എഗ്രീയിങ് ദാറ്റ് ഇറ്റ് വാസ് ഇൻഡിസ്പെൻസിബിൾ ഫോർ റിക്കവറി, ബട്ട് ഹി ജസ്റ്റ് വാസ് വില്ലിംഗ് ടു അബൻഡൻ ഹിസ് ബിലീഫ് ഇൻ ദ സെൻട്രൽ ഇമ്പോർട്ടൻസ് ഓഫ് റിലീജിയൻ. പക്ഷേ ഇവിടെ നമുക്ക് തെളിഞ്ഞു കാണുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ബിൽ ഒരിക്കലും അദ്ദേഹത്തിന്റെ ഒരു സെൻട്രൽ ഇമ്പോർട്ടൻസ്, കേന്ദ്ര പ്രാധാന്യം മതത്തിന് കൊടുത്തിരുന്നു. ഓർ ടു റിമൂവ് ദ കോൺസ്റ്റന്റ് ടെൻഷൻസ് ഓഫ് ഗോഡ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തുടർച്ചയായിട്ട് ഗോഡിനെ എടുത്ത് കളയണമെന്ന് പറഞ്ഞ ആശയത്തോടും വലിയ ചർച്ചയുണ്ടായിരുന്നു. ആസ് എ ക്രിട്ടിക്കൽ ആൻഡ് എസെൻഷ്യൽ എലമെന്റ് ഓഫ് വാട്ട് സൊല്യൂഷൻ. അദ്ദേഹം പറഞ്ഞത് അതാണ് യഥാർത്ഥത്തിലുള്ള ഒരാളുടെ പരിഹാരത്തിനുള്ള കേന്ദ്രം. അതൊരു എസെൻഷ്യൽ എലമെന്റ് ആണ് ഗോഡ്. പ്രധാനപ്പെട്ട ഒരു എലമെന്റ് ആണ്, വശമാണ് ഗോഡ് എന്നുള്ള ആശയം. അത് ബിൽ വിൽസൺ കൂടുതൽ മതപരമായിട്ടുള്ള ആശയങ്ങൾ വിശ്വസിച്ചിരുന്ന ഒരാൾ കൂടിയാണ്. ഇൻ ദ എൻഡ്, അവസാനം ബിൽ ക്ലങ് ടു ദ സ്പിരിച്വൽ എലമെന്റ്സ്. അവസാനം സ്പിരിച്വൽ എലമെന്റ്സിലേക്ക് ബില്ല് തൂങ്ങി. ബട്ട് ഹി ഡിഡ് ബ്ലെൻഡ് ദം വിത്ത് സൈക്കോളജിക്കൽ സൊല്യൂഷൻ. അദ്ദേഹം സൈക്കോളജിക്കൽ സൊല്യൂഷനും കൂടി അതിൽ അരച്ചു ചേർത്തു. That can be found so generously sprinkled throughout each of the chapters he wrote. അതെല്ലാം അദ്ദേഹം എഴുതിയിട്ടുള്ള ഓരോ ചാപ്റ്ററുകളിലും നമുക്കത്
ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വിത്ത് ദിസ് ഫണ്ടമെന്റൽ ഡിസഗ്രിമെന്റ് റേഞ്ചിങ് ബിറ്റ്വീൻ ദം, അതായത് ഹാങ്പിയും ബിൽ വിൽസണും തമ്മിലുള്ള ഇത്തരം ചില അകൽച്ചകൾ, ദിസ് ഓൺഗോയിങ് ആർഗ്യുമെന്റ്സ്, തുടർച്ചയായിട്ടുള്ള ഈ തർക്കങ്ങൾ, കുഡ് നോട്ട് ഹാവ് ബീൻ ഈസി ഫോർ എയ്തർ മെൻ ടു നാവിഗേറ്റ് ദ ഹോണർ ഡീലേഴ്സ് ഓഫീസ് ഇൻ ന്യൂയോർക്ക്. അതായത് നമുക്കറിയാം, നമ്മൾക്കിവിടെ ഓഫീസ് ഉണ്ടായിരുന്നില്ല. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ബുക്ക് എഴുതുമ്പോൾ ഹോണർ ഡീലർ എന്ന് പറയുന്ന ഒരു ഓയിൽ കമ്പനി ബിൽ വിൽസണും ഹാങ്പി ആണ് തുടങ്ങിയത്. ബിൽ വിൽസൺ അവിടുത്തെ ജോലിക്കാരനായി, പിന്നീട് അവിടുത്തെ ജിം അവിടുത്തെ ജോലിക്കാരനായി, റൂത്ത് ഹോക്കിനെ അവിടുത്തെ സെക്രട്ടറി ആയിട്ട് കൊണ്ടുവന്നതാണ്. പിന്നീടാണ് ബുക്കിന്റെ രചനയ്ക്ക് അവര് ശ്രദ്ധ മാറ്റി. അപ്പോ ഇത്തരത്തിലുള്ള തുടർച്ചയായിട്ടുള്ള തർക്കങ്ങൾ അവര് തമ്മിൽ മുന്നോട്ട് പോകുന്നതിൽ വലിയ എളുപ്പമായിരുന്നില്ല. ബിക്കേം ദ ബാറ്റിൽ ഗ്രൗണ്ട്, അതായത് ഒരു യുദ്ധക്കളമായിരുന്നു അവിടെ. വേർ ദ ബിഗസ്റ്റ് ഫൈറ്റ് ഓവർ ദ ബിഗ് ബുക്ക്, ഏറ്റവും വലിയ ബിഗ് ബുക്കിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഫൈറ്റ് നടന്നത് അവിടെയാണ്. വേർ ആക്ച്വലി വയേജ്ഡ് മോർ ദാൻ ഇൻ മീറ്റിംഗ്, അതായത് അവിടെ അത് മാത്രമാണ് അവിടെ നടന്നിരുന്നത്. ഹോണർ ഡീലേഴ്സ് എന്ന കമ്പനിയിലേക്ക് ശ്രദ്ധ ചെലുത്തി മോർ ദാൻ ഇൻ മീറ്റിംഗിനേക്കാൾ ഉപരിയായി. അതായത് എല്ലാ ചൊവ്വാഴ്ചയും ബിൽ വിൽസൺ ഇതെല്ലാം എഴുതിയതിനു ശേഷം മീറ്റിംഗിൽ ഉറക്കെ വായിക്കുകയും മറ്റുള്ളവര് അവിടെ ഇവിടെ തിരുത്തുന്നൊക്കെയുള്ള അഭിപ്രായങ്ങളൊക്കെ പറയും. എന്തുകൊണ്ട് നിങ്ങൾക്ക് അത് ചേർത്തുകൂടാന്നൊക്കെ പറയുമെങ്കിലായിരുന്നെങ്കിലും ഏറ്റവും കൂടുതൽ യുദ്ധം നടന്നിരുന്നത്, ഏറ്റവും കൂടുതൽ പരസ്പര മത്സരം നടന്നിരുന്നത് ഈ ന്യൂയോർക്കിലെ ഈ പറയുന്ന ഹോണർ ഡീലേഴ്സിന്റെ ഈ ഓഫീസിൽ വെച്ചായിരുന്നു. മോർ ദാൻ ഇൻ മീറ്റിംഗിലേക്ക്, ചൊവ്വാഴ്ചത്തെ മീറ്റിംഗിലേക്ക് ഉപരിയായി, ദിസ് വാസ് സർട്ടൻലി ദ പ്ലേസ് വെയർ ബിൽ വിൽസൺ ആൻഡ് ഹാങ്പി fought blood and dead way through the one chapter after another. അതായത് ചൊവ്വാഴ്ചകളിലെ മീറ്റിംഗിലേക്കാൾ ഉപരിയായി രണ്ടുപേരും, ഹാങ്പിയും ബിൽ വിൽസണും, ബ്ലഡ് ആൻഡ് ഡെഡ് എന്ന് വെച്ചാൽ ചോര പൊഴിയുന്ന രീതിയിൽ അല്ലെങ്കിൽ മരിക്കുവാടാകുന്ന രീതിയിൽ ഒരു ചാപ്റ്ററിൽ നിന്ന് മറ്റൊരു ചാപ്റ്ററിലേക്ക് അവർ കടന്നുപോയി. ആൻഡ് പെർഹാപ്സ് ഈവൻ വേർ എവരി പാരഗ്രാഫ് ഒറിജിനലി ഡിക്റ്റഡ് വാസ് ടോൺ ഇൻ ഷെഡ്സ് ആൻഡ് പുട്ട് ബാക്ക് അഗെയിൻ. പലപ്പോഴും ഈ പറയുന്ന ബുക്കില് അവര് വായിക്കുകയും അതിന്റെ പല ടോണുകളും പിച്ച് ചീന്തുകയും ചില വാക്കുകൾ പിച്ച് ചീന്തിയതിനു ശേഷം തിരിച്ചു വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഹാങ് വാസ് ദാറ്റ് സോർട്ട് ഓഫ് കോമ്പറ്റീവ് ഗൈ. ഹാങ് ആ തരത്തിലുള്ള വലിയ മത്സര ബുദ്ധിയുള്ള മനുഷ്യനായിരുന്നു. ആൻഡ് ഹി വാസ് ഹാർഡ്ലി ലൈക്ലി ടു റീസ്ട്രെയിൻ ഹിംസെൽഫ്. അവന്റെ കാര്യങ്ങൾ പറയുന്നതിൽ അവൻ കഴിവുള്ളവനായിരുന്നു. ഫോർ ഫിയർ ഓഫ് ഹർട്ടിങ് ദ ഓതേഴ്സ് ഫീലിങ്സ്. അവൻ ഒരിക്കലും ഓതറിന്റെ, അതായത് എഴുത്തുകാരന്റെ വികാരങ്ങളെ ഞാൻ മുറിപ്പെടുത്തുമോ എന്ന് വലിയ ഭയമൊന്നും ഉണ്ടായിരുന്നില്ല. വിത്തിൻ ദ കൺഫൈൻസ് ഓഫ് ദെയർ സ്മോൾ ഓഫീസ്, അവരുടെ ചെറിയ ആ ഓഫീസിൽ വെച്ച് ദ ഔട്ട്റൈറ്റ് റിജക്ഷൻ ഓഫ് ബോത്ത് ഹിസ് സ്റ്റൈലിക് സജഷൻസ്, അതായത് അവന്റേതായ രീതിയിലുള്ള എതിർത്തു. കാരണം ഹാങ്പിയുടെ ഓഫീസാണ്, അവിടെയും ബിൽ വിൽസൺ റിജക്ഷൻ ചെയ്യുന്നുണ്ട് ഇവന്റെ പല സ്റ്റൈലിസ്റ്റിക് സജഷൻസ്, പല മാതൃകാപരമായ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ നല്ല നിർദ്ദേശങ്ങൾ. ആൻഡ് ഹിസ് എക്സ്ക്ലൂസീവ്ലി നോൺ റിലീജിയസ് സൊല്യൂഷൻസ്, അവന്റെ നോൺ റിലീജിയസ്, അതായത് മതപരമല്ലായിരിക്കണം എന്ന് പറഞ്ഞ ആ പരിഹാരത്തെ പോലും ബിൽ വിൽസൺ അംഗീകരിച്ചില്ല. മസ്റ്റ് ഹാവ് കോസ്ഡ് മോർ ദാൻ എ ലിറ്റിൽ ആൻഗ്വിഷ്. ഇവിടെ നമുക്കറിയാം അവിടെ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അണ്ടർ ദിസ് സർക്കംസ്റ്റൻസസ്, ഈ സാഹചര്യത്തിൽ, ഇറ്റ് ഈസ് നോട്ട് ഹാർഡ് ടു ഇമാജിൻ വൈ ബിൽ ലേറ്റർ ക്ലെയിംഡ് ദാറ്റ്, പിന്നെ നമ്മൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, നമ്മുടെ ഭാവനയ്ക്ക് പോലും ചിന്തിക്കാൻ കഴിയുന്നില്ല. ബിൽ പിന്നീട് പറയുന്നുണ്ട്, ഓൺ മെനി എ ഡേ ഐ ഫെൽറ്റ് ലൈക്ക് ത്രോയിങ് ദ ബുക്ക് ഔട്ട് ദ വിൻഡോ. ഒരു ദിവസം ഞാൻ ചിന്തിച്ചു, ഒരു ദിവസത്തിൽ ചിലപ്പോൾ ഞാൻ ചിന്തിച്ചു, ഞാൻ ഈ ബുക്ക് ഈ വിൻഡോയിലൂടെ, ഈ ജനലിലൂടെ പുറത്തേക്ക് എറിഞ്ഞാലോ എന്ന് പോലും ചിന്തിച്ചു. ആൻഡ് പെർഹാപ്സ് ഹെൻറി ജി പഗസ് അലോങ് വിത്ത് ഇറ്റ്. അപ്പോ അതുപോലെ തന്നെ ഹെൻറിയെയും പുറത്തേക്ക് എറിഞ്ഞാലോ എന്ന് ഞാൻ ആലോചിച്ചു എന്ന്. ബട്ട് ഹാങ് വാസ് നത്തിങ് ഇഫ് നോട്ട് എ ടെനാസേഴ്സ്. അത്തരത്തിലുള്ള വികാരങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയുള്ള ആയിരുന്നില്ല ഹാങ്പി, ഡിസ്പൈറ്റ് ദ ഫാക്ട് ദാറ്റ് ബിൽ കോൺസ്റ്റന്റ്ലി ഇഗ്നോർഡ്. അതായത് പല കാര്യങ്ങളും ബില്ല് തുടർച്ചയായും അവഗണിച്ചിട്ടും, സോ മെനി ഓഫ് ഹിസ് ഐഡിയാസ്, ധാരാളം അദ്ദേഹത്തിന്റെ ആശയങ്ങൾ അവഗണിച്ചിട്ടും, ഹാങ്പി വുഡ് കണ്ടിന്യൂ ടു ഫൈറ്റ് ഫോർ ദ ഇൻക്ലൂഷൻ ഓഫ് ഹിസ് ഓൺ പെർസ്പെക്റ്റീവ്സ് ആൻഡ് പ്രസന്റേഷൻസ്. അവൻ തുടർച്ചയായി ബില്ലിനോട് മത്സരിച്ചു, അവന്റെ ആശയങ്ങൾ, അവന്റെ കാഴ്ചപ്പാടുകൾ ബുക്കിൽ ഉൾപ്പെടുത്താനായി. വേറെവർ ദേ മൈറ്റ് ഫിറ്റ് ഇൻ, എവിടെയൊക്കെ അത് ഉപയോഗിക്കാൻ പറ്റുമോ. റൈറ്റ് അപ്പ് ആൻഡിൽ ദ ഫൈനൽ ഹവേഴ്സ്, അവസാന ബിഗ് ബുക്കിന്റെ എഴുത്തുകളുടെ അവസാന മണിക്കൂറുകളിൽ
ബിഫോർ ദ ബുക്ക് ആക്ച്വലി വെന്റ് ടു പ്രസ്. പ്രസ്സിന് മുമ്പിൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് പോലും, പള്ളി പ്രസ്സിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് പോലും തന്റെ വാക്കുകൾ എവിടെയൊക്കെ ഫിറ്റ് ആകുമോ അവിടെയൊക്കെ ഫിറ്റ് ആകുവാൻ വേണ്ടി ഹാങ് പി തുടർച്ചയായി ബില്ലിനോട് മത്സരിച്ചു കൊണ്ടേയിരുന്നു. അഡ്രസ്സിംഗ് മാരിറ്റൽ ഇൻഫിഡലിറ്റി. Beside the three suspicious tacked on ending already mentioned, അപ്പം നമ്മൾ മുമ്പ് 3 കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം there are several other places where paragraph appear to have been incorporated into what was already written for the book book. അപ്പോൾ എന്താണ് ബുക്ക് ബുക്കിൽ എഴുതേണ്ടത് എന്ന് പിന്നീട് പറഞ്ഞത്. വൺ ഫർദർ എക്സാമ്പിൾ ഫൗണ്ട് ദാറ്റ് ഇൻ ഫാമിലി ആഫ്റ്റർവേർഡ്. പിന്നീട് ഒരു കുടുംബത്തിൽ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം, ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. ഷുഡ് ബി മെൻഷൻഡ് ഇൻ ദിസ് റിഗാർഡ് ഫോർ ഇറ്റ്സ് മൾട്ടി ഫേസറ്റഡ് ഇമ്പോർട്ടൻസ്. അതായത് ദാമ്പത്യ ജീവിതത്തെ കുറിച്ച് അതിനെപ്പറ്റി പറയുന്നതിനെ പറ്റിയുള്ള പ്രാധാന്യത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇൻ ദാറ്റ് ചാപ്റ്റർ, ആ കഥയില് അല്ലെങ്കിൽ ആ അധ്യായത്തില് ബിൽ സേസ്, ബിൽ ഇങ്ങനെ പറയുന്നു, ദാറ്റ് സോബർ മെമ്പേഴ്സ്, സുബോധത്തിലെത്തിയ അംഗങ്ങൾ, ആൻഡ് ദെയർ വൈഫ്സ്, അവരുടെ ഭാര്യമാർ, ഹു ഹാവ് റെസിൽഡ് വിത്ത് മാരിറ്റൽ പ്രോബ്ലം, പലരും ഈ പറയുന്ന വിവാഹ പ്രശ്നങ്ങളുള്ളവരാണ്, അതിനകത്ത് മത്സരിക്കുന്നവരാണ്, അല്ലെങ്കിൽ അതിനകത്ത് പ്രശ്നമുള്ളവരാണ്. ഷുഡ് ബി ഓൺലി ടു വില്ലിംഗ് ടു ബ്രിങ് ഫോർവേഡ് മിസ്റ്റേക്സ്. അവരെന്ത് ചെയ്യണം? അവരുടെ തെറ്റുകൾ മാത്രമേ മുന്നോട്ട് കൊണ്ടുവരാമുള്ളൂ. നോ മാറ്റർ ഹൗ ഗ്രീവിയസ് ഔട്ട് ഓഫ് ദെയർ ഹൈഡിങ് പ്ലേസസ്. അപ്പം മറ്റൊരു കാര്യങ്ങളും ഒളിച്ചു വെക്കാതെ അവരുടെ തെറ്റുകൾ മാത്രം മുന്നോട്ട് കൊണ്ടുവരൂ. ആൻഡ് ടു ഷെയർ ദം വിത്ത് ദ ന്യൂ മെമ്പർ ആൻഡ് ഹിസ് വൈഫ്. അത് അവരുടെ പുതിയ അംഗങ്ങൾ, അതായത് മാരിറ്റൽ പ്രോബ്ലം ഉള്ള അംഗങ്ങൾ, പുതിയ അംഗങ്ങൾ വരുമ്പോൾ മറ്റ് അംഗങ്ങൾ അവരുടെ തെറ്റുകൾ, അവർക്ക് പറ്റിയിട്ടുള്ള കുഴപ്പങ്ങൾ മാത്രം അവരുടെ ഭാര്യമാരോടും അംഗങ്ങളോടും പറയുക. ദിസ് റെവലേഷൻസ് എലോങ് വിത്ത് ദ സ്റ്റോറി ഓഫ് ദെയർ സക്സസ്ഫുൾ റെസൊല്യൂഷൻസ്, അതായത് അവരെങ്ങനെയാണ് ദാമ്പത്യ ജീവിതത്തിൽ വിജയിച്ചതെന്നും ആർ എസെൻഷ്യൽ ഫോർ ഷോയിങ് ന്യൂ കമേഴ്സ്, അത് വളരെ പ്രാധാന്യമുണ്ട് പുതിയ ആളുകൾക്ക് കാണിച്ചു കൊടുക്കേണ്ടത്. ഹൗ ദേ ടു ക്യാൻ ഗെയിൻ വിക്ടറി, എങ്ങനെ പരാജയപ്പെട്ട ദാമ്പത്യ ജീവിതത്തിൽ നിന്ന് വിജയത്തിലേക്ക് നിങ്ങൾക്ക് എത്താമെന്ന് കാണിച്ചു കൊടുക്കുന്ന ഓവർ സച്ച് ടെറിബിൾ ഫാമിലി പ്രോബ്ലം. അങ്ങനെ തുടർച്ചയായിട്ടുള്ള വലിയ കുടുംബ വഴക്കുകൾക്ക് ശേഷം എങ്ങനെ ഒരു വിക്ടറി അല്ലെങ്കിൽ വിജയം നിങ്ങൾക്ക് നേടിയെടുക്കാമെന്ന് പുതിയ അംഗത്തിന് കാണിച്ചു കൊടുക്കേണ്ടതുള്ളതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ തെറ്റുകൾ മാത്രം മുന്നോട്ട് കൊണ്ടുവരിക. ഹവർ ഡിഫിക്കൽട്ട് ആൻഡ് കൗണ്ടർ ഇന്നോവേറ്റീവ് ഇറ്റ് മേ സൗണ്ട്, ഇതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേൾക്കുമ്പോൾ. വിൽസൺ എപ്പോഴും എൻകറേജ് ചെയ്തിരുന്നത് സോബർ മെമ്പേഴ്സ് ടു സ്പീക്ക് ഓപ്പൺലി, അതായത് അംഗങ്ങള്, സുബോധത്തിലെത്തിയ അംഗങ്ങള് തുറന്ന് സംസാരിക്കുക. ആൻഡ് കാൻഡിഡ്ലി വിത്ത് അതേഴ്സ് വിത്ത് ദോസ് ഡെലിക്കേറ്റ് ഫാമിലി മാറ്റേഴ്സ്, മറ്റ് അംഗങ്ങളുമായിട്ട്, ഫാമിലി മെമ്പേഴ്സായിട്ട് അല്ലെങ്കിൽ മറ്റ് അംഗങ്ങളുമായിട്ട് ഈ ഫാമിലി കുടുംബ പ്രശ്നങ്ങൾ പറയുക. ഇൻ ഗോഡ്സ് ഹാൻഡ്സ് ദ ഡാർക്ക് പാസ്റ്റ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് പൊസിഷൻസ് യു ഹാവ്. അപ്പം മറ്റ് ഏറ്റവും ഡാർക്ക് പാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഗോഡ്സ് ഹാൻഡ്സിൽ വിട്ടുകൊടുക്കുക. ദ കീ ടു ലൈഫ് ആൻഡ് ഹാപ്പിനെസ് ഫോർ അതേഴ്സ്, ഇതാണ് സന്തോഷത്തിലേക്കുള്ള സന്തോഷ ജീവിതത്തിലേക്കുള്ള താക്കോൽ. വിത്ത് ഇറ്റ് യു ക്യാൻ അവോയ്ഡ് ഡെത്ത് ആൻഡ് മിസറി ഫോർ ദം, ഇതിൽ നിന്ന് അവരുടെ മരണവും ദുരൂഹത നിറഞ്ഞ ജീവിതവും അവർക്ക് ഒഴിവാക്കാം എന്നാണ് ദ ഫാമിലി ആഫ്റ്റർവേർഡിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത്. സ്കിപ്പിംഗ് ദ നെക്സ്റ്റ് പാരഗ്രാഫ് ഫോർ ദ മൊമെന്റ്, നമുക്ക് അടുത്ത പാരഗ്രാഫ് ഒരു നിമിഷത്തേക്ക് മാറ്റിവെക്കാം. ബിൽ ഓപ്പൺസ് ദ ഫോളോയിങ് പാരഗ്രാഫ് ബൈ നോട്ടിംഗ്, പിന്നീടുള്ള പാരഗ്രാഫ് അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്. ഹാവ് എ ഫ്യൂ സീക്രട്ട് ആൻഡ് ദാറ്റ് എവരി വൺ നോസ് ഓൾ അബൌട്ട് എവരി വൺ എൽസ്. അതായത് അതിനകത്ത് ഏറ്റവും അടുത്ത ഭാഗത്ത് അദ്ദേഹം വിവരിക്കുന്നത് ഇങ്ങനെയാണ്. എക്ക് ഒരു വലിയ രഹസ്യമുണ്ട്. എവരി വൺ നോസ് ഓൾ അബൌട്ട് എവരി വൺ എൽസ്, എല്ലാവർക്കും എല്ലാവരെ പറ്റിയും കൃത്യമായിട്ട് അറിയാം. അതാണ് എയുടെ ഏറ്റവും വലിയ രഹസ്യം. എവരി വൺ നോസ് ഓൾ അബൌട്ട് എവരി വൺ എൽസ്, എല്ലാവർക്കും എല്ലാവരെ പറ്റിയും അറിയാം. എ മെമ്പേഴ്സിനെ പറ്റി പറയുന്നതാണ്. ആൻ ഒബ്സർവേഷൻ ദാറ്റ് ഫ്ലോസ് സ്മൂത്ത്ലി ആൻഡ് ലോജിക്കലി ഫ്രം, അതായത് അദ്ദേഹം കണ്ടെത്തുന്നത് ഇങ്ങനെയാണ്, വളരെ സ്മൂത്ത് ആയിട്ട് യാഥാർത്ഥ്യപരമായിട്ട് ലോജിക്കായിട്ട് ഇങ്ങനെ പറയുന്നത്. ദ ഡാർക്ക് പാസ്റ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് പൊസഷൻ യു ഹാവ്, നിങ്ങളുടെ ഇരുണ്ട ഭൂതകാലമാണ് നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ മൂലധനം. കമന്റ്സ് ജസ്റ്റ് നോട്ടഡ്, അങ്ങനത്തെ ഒരു കമന്റ് ആണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട്. ഇറ്റ് കണ്ടിന്യൂസ് ദ തോട്ട് ആൻഡ് ഫിറ്റ്സ് പെർഫെക്റ്റ്ലി, ആ ചിന്തകളെ അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്.
into the point Bill is trying to make about the need for group members to be open and candid with each other. അതായത് എല്ലാവർക്കും എല്ലാവരെയും പറ്റി അറിയാം, അതുകൊണ്ട് എല്ലാവരും തുറന്ന മനസ്സോടെ സംസാരിക്കണം. എയുടെ ഏറ്റവും വലിയ സീക്രട്ട്, രഹസ്യം എന്ന് പറയുന്നത് എവരിവൺ നോസ് ഓൾ അബൌട്ട് എവരിവൺ എൽസ് എന്നാണ്. എല്ലാവരെയും പറ്റിയും എല്ലാവർക്കും പരസ്പരം അറിയാം. ആരും തുറന്ന് പറയുന്നതിൽ ഭയപ്പെടേണ്ടതില്ല. അങ്ങനെയുള്ള ഒരു തിരിയാണ് അവിടെ കൊളുത്തിയത്. അപ് ടു ആൻഡ് ഇൻക്ലൂഡ് ദ ഷെയറിംഗ് ഓഫ് ദ ഡാർക്കസ്റ്റ് സീക്രട്ട്, അതായത് അവരുടെ ഇരുണ്ട രഹസ്യങ്ങൾ പരസ്പരം പങ്കുവെക്കുക എന്ന് പറഞ്ഞതിന് ശേഷം കംപ്ലീറ്റ് ഓപ്പൺസ് ആൻഡ് ഹോണസ്റ്റി, തുറന്ന മനസ്സോടെ സത്യസന്ധമായി അബൌട്ട് പാസ്റ്റ് ഫാമിലി ഡിഫിക്കൽട്ടീസ്, നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ തുറന്ന് സത്യസന്ധതയോടെ പറയുക. ഹി സേസ്, അയാൾ പറയുന്നു, വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ആൻഡ് ക്രിട്ടിക്കൽ വേസ്, വളരെ പ്രധാനപ്പെട്ടതും വിമർശനാത്മകമായ വഴി എന്ന് പറയുന്നത്, വി ക്യാൻ ബി ട്രൂലി യൂസ്ഫുൾ ആൻഡ് ഹെൽപ്ഫുൾ ടു ഈച്ച് അതർ, നമ്മൾക്ക് തീർച്ചയായും പരസ്പരം ഉപയോഗപ്രദമായ, സഹായകപ്രദമായി പരസ്പരം പ്രവർത്തിക്കാൻ കഴിയും. ഹവോവർ, അതുകൊണ്ട് തന്നെ സാൻഡ്വിച്ച്ഡ് ബിറ്റ്വീൻ ദിസ് ടു പാരഗ്രാഫ്, ഈ രണ്ട് പാരഗ്രാഫുകൾ സാൻഡ്വിച്ച് പോലെയാണ്. ദർ ഈസ് അനദർ ദാറ്റ് ടേക്സ് എ സഡൻ, മറ്റൊരു പാരഗ്രാഫ് അദ്ദേഹം പെട്ടെന്ന് തന്നെ അൺഎക്സ്പെക്ടഡ് ടേൺ ഇൻ ടു ദ ക്വസ്റ്റ്യൻ ഓഫ് മാരിറ്റൽ ഇൻഫിഡലിറ്റി, വിവാഹ പ്രശ്നങ്ങളെ കുറിച്ചാണ് അദ്ദേഹം ആ പാരഗ്രാഫിൽ മുഴുവൻ പറയുന്നത്. ആ പാരഗ്രാഫ് ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് പോസിബിൾ ടു ഡിഗ് അപ്പ് പാസ്റ്റ്. ഇത് വളരെയധികം പോസിബിൾ, ഇത് സാധാരണമാണ്. നമ്മുടെ പാസ്റ്റ്, പഴയ കാലത്തെ ഡിഗ് ചെയ്യുക, കുഴിച്ചെടുക്കുക. മിസ്ഡീഡ് സോ ദേ ബിക്കം എ ബ്ലൈറ്റ്, എ വെറൈറ്റബിൾ പ്ലേഗ്. അതായത് ഇങ്ങനെ പഴയ തെറ്റുകളെല്ലാം കുഴിച്ചെടുത്ത് കണ്ടുപിടിക്കുന്നത് നമുക്ക് സാധിക്കും, പക്ഷെ അതൊരു പ്ലേഗ് ആണ്. ഫോർ എക്സാമ്പിൾ, ഒരു ഉദാഹരണം, വി നോ സിറ്റുവേഷൻസ്, നമുക്ക് എല്ലാ സാഹചര്യങ്ങളും അറിയാം, ഇൻ വിച്ച് ദ ആൽക്കോളിക് ഓർ ഹിസ് വൈഫ്, അവന്റെയും അവന്റെ ഭാര്യയുടെയും ഹൗ ഹാർഡ് ലവ് അഫയേഴ്സ്, അവരുടെ തമ്മിലുള്ള സ്നേഹബന്ധങ്ങളും അറിയാം. ഇൻ ദ ഫസ്റ്റ് ഫ്ലഷ് ഓഫ് സ്പിരിച്വൽ എക്സ്പീരിയൻസ്, അവരുടെ ആത്മീയ അനുഭവത്തിന്റെ ആദ്യത്തെ ഫ്ലഷിൽ, ദേ ഫൊർഗേവ് ഈച്ച് അതർ ആൻഡ് ഡ്രോ ക്ലോസർ ടുഗദർ, അവര് പരസ്പരം ക്ഷമിക്കുകയും കൂടുതൽ ക്ലോസറായി പ്രവർത്തിക്കുകയും ചെയ്യും, അടുത്ത് പ്രവർത്തിക്കുകയും ചെയ്യും. ദ മിറാക്കിൾ ഓഫ് റെക്കൺസിലിയേഷൻ വാസ് അറ്റ് ഹാൻഡ്, അങ്ങനെ അവർ കൂടിച്ചേരൽ എന്ന് പറയുന്ന അത്ഭുതം അപ്പോൾ അവിടെ സംഭവിക്കും. ദെൻ അതിനുശേഷം അണ്ടർ വൺ പ്രൊവോക്കേഷൻ ഓർ അനദർ, ഏതെങ്കിലും തരത്തിൽ അവർക്ക് ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ ദേഷ്യം വരുമ്പോൾ, സാഹചര്യം വരുമ്പോൾ, ദ അഗ്രീവ്ഡ് വൺ വുഡ് അൺഎർത്ത് ദ ഓൾഡ് അഫെയർ ആൻഡ് ആംഗ്രിലി കാസ്റ്റ് ഇറ്റ്സ് ആഷസ് അബൌട്ട്. അതായത് അവർക്ക് ചിലപ്പോൾ ഏതെങ്കിലും ഭർത്താവിനോ ഭാര്യയ്ക്കോ മുൻകാലങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലുമായിട്ട് പ്രേമബന്ധങ്ങൾ ഉണ്ടായിരിക്കാം. അത് അവർ തുറന്നു പറഞ്ഞിട്ടുണ്ടാവാം. സ്പിരിച്വലി ഫിറ്റ് ആയി കഴിയുമ്പോൾ അവർ തുറന്നു പറഞ്ഞിട്ടുണ്ടാവാം. ഏതെങ്കിലും ഒരു പ്രൊവോക്കേഷൻ, ഏതെങ്കിലും ഒരു ദേഷ്യപ്പെടൽ, അല്ലെങ്കിൽ ഒരു സാഹചര്യം വരുമ്പോൾ അവരെന്ത് ചെയ്യും? അവർ ദേഷ്യം കൊണ്ട് മണ്ണിൽ നിന്ന് വീണ്ടും അത് കുഴിച്ചെടുക്കും. ഓൾഡ് അഫെയർ, പഴയ ആ സ്നേഹബന്ധത്തെ പറ്റി പറയും. ആൻഡ് ആംഗ്രലി കാസ്റ്റ് ഇറ്റ്സ് ആഷസ് അബൌട്ട്, അത് വലിച്ചെടുത്തിട്ട് ആ ചാരം മുഴുവൻ അവിടെ കൊട്ടിയെറിയും. എ ഫ്യൂ ഓഫ് us have had this growing pains, ഈ നമ്മളിൽ പലർക്കും ഇത്തരം വളർന്നു വരുന്ന കാലഘട്ടത്തിൽ ഈ വേദന ഉണ്ടാകും. ആൻഡ് they hurt a great deal, അത് നമുക്ക് വളരെയധികം വേദനിപ്പിക്കും. ഹസ്ബൻഡ്സ് ആൻഡ് വൈഫ്സ് ഹാവ് സംടൈംസ് ബീൻ ഒബ്ലിജഡ്, ഹസ്ബൻഡും ഭാര്യയും പരസ്പരം ഒബ്ലിജഡ് ആയിരിക്കും ടു സെപ്പറേറ്റ് ഫോർ എ ടൈം, ഒരു കുറച്ചു കാലം മാറി നൽകും. അൻറ്റിൽ ന്യൂ പെർസ്പെക്റ്റീവ്സ്, അതായത് പുതിയൊരു ആശയം സ്വീകരിക്കുന്നു. ന്യൂ വിക്ടറി ഓവർ ഹർട്ട് പ്രൈഡ്, അപ്പൊ പുതിയ വിജയം അവരെ ഹർട്ട് പ്രൈഡ് കുഡ് ബി റീവോൺ, അതായത് ആത്മാഭിമാനം കൂടാതെ ആ പുതിയ വിജയത്തിൽ അവർക്ക് സ്വീകരിക്കുന്നത്. ഇൻ മോസ്റ്റ് കേസസ്, പല കേസുകളിലും ദ ആൽക്കഹോളിക് സർവൈവ്ഡ്, മദ്യാസക്തൻ വിജയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സർവൈവ് ചെയ്തിട്ടുണ്ട്. ദിസ് ഓർഡർ വിത്തൗട്ട് റിലാപ്സ് ബട്ട് നോട്ട് ഓൾവേസ്. അപ്പോ പിരിഞ്ഞിരിക്കുന്നത് പലപ്പോഴും മദ്യാസക്തം വിജയിച്ചിട്ടുണ്ട്, പക്ഷെ എല്ലായ്പ്പോഴും അതുപോലെ സംഭവിക്കണമെന്നില്ല. സോ അവർ റൂൾ ഈസ് ദാറ്റ്, നമ്മുടെ നിയമം എന്താന്ന് വെച്ചാൽ, അൺലെസ് സം ഗുഡ്, നമുക്കൊരു നല്ല കാര്യമില്ലെങ്കിൽ ആൻഡ് യൂസ്ഫുൾ പർപ്പസ് ടു ബി സെർവ്ഡ്, നല്ലൊരു കാര്യം സെർവ് ചെയ്യാൻ വേണ്ടി പാസ്റ്റ് ഒക്കറൻസ് വാർ നോട്ട് ഡിസ്കസ്ഡ്. അതായത് അവിടെ ഇപ്പൊ നമ്മൾ പറയേണ്ടതായിട്ടുള്ള ഒരു നല്ല കാര്യം, പറയേണ്ടതായിട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ പറയാം. ഒരു പുതിയ മെമ്പറോട് നമ്മുടെ പഴയ കാര്യങ്ങൾ പറയണമെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അവിടെ ഒരു യൂസ്ഫുൾ പർപ്പസ് അല്ല നമുക്കുള്ളെങ്കിൽ അതൊരിക്കലും അവിടെ വിളമ്പരുത്. പാസ്റ്റ് ഒക്കറൻസ് ആർ നോട്ട് ഡിസ്കസ്ഡ്, നമ്മുടെ ഈ കഴിഞ്ഞുപോയ കാലങ്ങളിലെ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ഡിസ്കസ് ചെയ്യരുത്.
ഇത് സ്മോൾ ചെറുതായ സെൽഫ് കണ്ടെയ്ൻഡ് സൈഡ് ട്രിപ്പ്, അതായത് സ്വയം നടക്കുന്ന ഒരു സൈഡ് ട്രിപ്പ് ഈസ് ഡയറക്ട്ലി കോൺട്രറി ടു ദ പ്രിയർ അഡ്വൈസ് ഓഫ് ബീയിങ് കാൻഡിഡ് അബൌട്ട് ദ ഡാർക്ക് പാസ്റ്റ്. അതായത് ഡാർക്ക് പാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇരുണ്ട ഭൂതകാലം എന്നാണ് അദ്ദേഹം ആ വാക്കുകൾ കൊണ്ട് ഈ കഴിഞ്ഞ കാലത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് അബ്രപ്റ്റ്ലി ഇന്ററപ്റ്റ്സ് ദ ആർഗ്യുമെന്റ്സ് ബീയിങ് മെയ്ഡ് അബൌട്ട് ദ ഇത് ഉദ്ദേശിക്കുന്നത് തർക്കങ്ങളാണ്. ദ നെസസിറ്റി ഓഫ് ടോക്കിംഗ് ഓപ്പൺലി അബൌട്ട് ഡിഫിക്കൽട്ടി പ്രോബ്ലം വിത്തിൻ ദ ഗ്രൂപ്പ്. ഇവിടെ ഇതുകൊണ്ട് തന്നെയാണ് തുടർച്ചയായി ഗ്രൂപ്പിൽ ടോക്കിംഗ് ചെയ്യണം. ഈ പറയുന്ന ഫാമിലി കുടുംബ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഓപ്പൺ ആയിട്ട് വിത്തിൻ ദ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യണം. ആൻഡ് ഇൻട്രൊഡ്യൂസ് ആൻ എൻറ്റയർലി ഡിഫറെന്റ് സിനാരിയോ. അത് നമ്മൾക്ക് മറ്റൊരു കാഴ്ചപ്പാടിൽ അതിനെ സ്വീകരിക്കാൻ കഴിയും. ദ ക്വസ്റ്റ്യൻ ഓഫ് ഹൗ ടു ടോക്ക് ഓർ നോട്ട് ടു ടോക്ക്. ഈ ചോദ്യമുണ്ട്, എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, എന്ത് സംസാരിക്കേണ്ടതില്ല വിത്ത് യുവർ സ്പോസ് അബൌട്ട് പാസ്റ്റ് മാരിറ്റൽ ഇൻഫിഡലിറ്റീസ്. അതായത് നമ്മളുടെ ഭാര്യയാകട്ടെ ഭർത്താവാകട്ടെ അവരുടെ മുൻകാല ഏതെങ്കിലും ചെയ്തികളുണ്ടെങ്കിൽ, വിവാഹേതര പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അവിടെ ചർച്ച ചെയ്യണം. ദിസ് ഈസ് സർട്ടൺലി ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻ. ഇത് തീർച്ചയായും വലിയ പ്രാധാന്യമുള്ള ഒരു ഇൻഫോർമേഷൻ ആണ്. ബട്ട് ഇറ്റ് ഈസ് ഡിസ്ട്രാക്ടിങ് ടു ബിൽസ് പോയിന്റ് about one couple helping another and it really does not fit in here. പക്ഷെ ഇവിടെ ബില്ലിന്റെ പോയിന്റ് എന്താണ്? അബൌട്ട് വൺ കപ്പിൾ, ഒരു കപ്പിൾ, അതായത് ദമ്പതികൾ ഹെൽപ്പിംഗ് അനദർ, മറ്റുള്ള ആളുകളെ, ആൻഡ് ഇറ്റ് റിയലി ഡസ് നോട്ട് ഫിറ്റ് ഇൻ ഹിയർ. ഇവിടെ ഫിറ്റ് ചെയ്യുന്നില്ല. ഓൾദോ ഇറ്റ് മേ ബി മൈറ്റ് ബി ആസ് ഗുഡ് ആസ് എനി അതർ പ്ലേസ് ടു ഡ്രോപ്പ് ദിസ് ഡെലിക്കേറ്റ് സബ്ജക്ട് ഇൻ ടു ദ ചാപ്റ്റർ. ആ ചാപ്റ്ററിന്, ആ പാരഗ്രാഫിനെ പറ്റി ചരിത്രകാരൻ പറയുന്നതാണ്. അത് ബില്ലിന്റെ കാഴ്ചപ്പാടോട് അത്ര ചേരുന്നില്ലെന്ന്. ദ ക്വസ്റ്റ്യൻ ഓഫ് ഹൗ ടു ഡീൽ വിത്ത് ദ അഡ്മിഷൻ ഓഫ് പാസ്റ്റ് ഇൻഫിഡാലിറ്റീസ്. ഇവിടെ ഒരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്, എങ്ങനെയാണ് നമ്മൾ മറ്റ് പഴയ കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നത്. ഓഫ് ദ റിവലേഷൻ ഓഫ് ഡീറ്റെയിൽഡ് ഷുഡ് ദോസ് ഇൻഫിഡൻറ്റ് ഓൾറെഡി ഹാവ് ബീൻ നോൺ. ഈ സർട്ടൻലി എ കോമൺ പ്രോബ്ലം ഫോർ മെനി ന്യൂലി സോബർമാൻ. ഇതൊരു പുതിയ മനുഷ്യന് ഇങ്ങനെയുള്ള സ്വീകരിക്കാൻ പറ്റാതിരിക്കലൊക്കെ ഒരു കോമൺ കാര്യമാണ്, പൊതുവായി. ആൻഡ് ഇറ്റ് ഈസ് മെൻഷൻഡ് സെവറൽ ടൈംസ് ഇൻ ദ ബുക്ക്. ഇത് പലപ്പോഴും ബുക്കിൽ പലതവണ ആവർത്തിച്ചിട്ടുണ്ട്. ദിസ് ബീയിങ് പെർഹാസ് ദ മോസ്റ്റ് ഡയറക്റ്റഡ് ആൻഡ് എക്സ്പ്ലിസിറ്റ്. ഇവിടെ വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ബുക്കിന്റെ ദ ഫാമിലി ആഫ്റ്റർ വേർഡിലും അദ്ദേഹം വ്യക്തമായിട്ട് ഇത് പറയുന്നുണ്ട്. ആസ് എ കോഷൻ ടു ദ ന്യൂമൻ, അതൊരു മുന്നറിയിപ്പായിട്ട്, പുതിയ മനുഷ്യന് മുന്നറിയിപ്പായിട്ടാണ് കൊടുക്കുന്നത്. ഇറ്റ് മേക്സ് സെൻസ്, അവനത് സെൻസ് കിട്ടാൻ വേണ്ടിയാണ്. That this point should be made somewhere in this discussion, but its appearance here is more of a distracting aside than an element in Bill's main point. അപ്പോൾ ബില്ലിന്റെ പ്രധാനപ്പെട്ട പോയിന്റ് വിവരിക്കാനായിട്ട് ഈ ഭാഗത്ത് ബില്ല് ശ്രമിക്കുകയാണ്. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ആസ് ഇഫ് സമ്മൺ ഹാഡ് സെഡ്. അത് ഇങ്ങനെയാണ് പറയുന്നത്, ലിസൺ, കേൾക്കുക ബിൽ, ലിസൺ ബിൽ, ഇഫ് യു ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് കപ്പിൾസ് മേക്കിംഗ് റെവലേഷൻസ് അബൌട്ട് ദ ഡാർക്ക് പാസ്റ്റ്. ബില്ലിനോട് പറയുന്ന, ബില്ലിനോട് ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞിരിക്കാം, നിങ്ങൾ ഇവിടെ കപ്പിളിന്റെ, അതായത് ദമ്പതികളുടെ പഴയ കാര്യങ്ങൾ പറയാതിരിക്കാനുള്ള കാര്യമാണോ പറയുന്നത്? then you had better make sure people understand you. ഇത് അപ്പൊ നിങ്ങൾ തീർച്ചയായും ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ എഴുതുമ്പോൾ ആളുകൾക്ക് അത് മനസ്സിലാവണം. ആർ നോട്ട് ടോക്കിംഗ് അബൌട്ട് ദാറ്റ് പാർട്ട് ഓഫ് ദ ഡാർക്ക് പാസ്റ്റ് ആൻഡ് വിൽസൺസ് കംപ്ലീറ്റ്. അങ്ങനെ ഡാർക്ക് പാസ്റ്റുകൾ പറയാതിരിക്കാനായിട്ട് ദമ്പതികളോട് പ്രത്യേകം പറയണമെന്ന് ആരെങ്കിലും പറഞ്ഞിരിക്കാം എന്ന് ചരിത്രകാരൻ വിവരിക്കുന്നതാണ്. ഇഫ് ദാറ്റ് എക്സ്പ്ലനേഷൻ, ഈ വിവരണം, ഈസ് എ പ്ലൂസിബിൾ ആസ് ഇറ്റ് സീംസ്, കാണുന്നത് പോലെ, ദാൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വുഡ് ബി ഹൂ ഓർ വാട്ട് മൈറ്റ് ബി പ്രോംപ്റ്റഡ് ദിസ് ഇൻസെർഷൻ. ഇവിടെ ആരായിരിക്കാം ഇവനെ ഇങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത്? ദ സജഷൻ മേ വിൽ ഹാവ് കം ഫ്രം സമ്മൺ ഓഫ് ദ ട്യൂസ്ഡേ നൈറ്റ് മീറ്റിംഗ്. ഈ സജഷൻസ്, അതായത് നിങ്ങൾ ഒരിക്കലും ഡാർക്ക് പാസ്റ്റുകൾ കുത്തിപ്പൊക്കരുതെന്ന് പറഞ്ഞ ഈ നിർദ്ദേശം ഒരു പക്ഷേ ചൊവ്വാഴ്ചത്തെ മീറ്റിംഗിലെ ആരെങ്കിലും മെമ്പേഴ്സ് ആയിരിക്കും അദ്ദേഹത്തിന് കൊടുത്തത്. മേക്കിംഗ് എ കമന്റ് സിമിലർ ടു ദ വൺ നോട്ടഡ് എബോവ്, ബട്ട് ദർ ആർ എ നമ്പർ ഓഫ് ദ അതർ പോസിബിൾ കാൻഡിഡേറ്റ്സ്. ധാരാളം കാര്യങ്ങൾ പുറത്തുനിന്നും അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ടെന്നതുകൊണ്ട് നമുക്ക് ഉറപ്പില്ല. അപ്പൊ ബിൽസ് സെക്ഷൽ പാസ്റ്റ് എ ഫാക്ടർ. അപ്പൊ ഇവിടെ അടുത്ത ചാപ്റ്റർ ഇതിൽ പറയുന്നത് ബില്ലിന്റെ സെക്ഷൽ പാസ്റ്റ്, പഴയകാല സെക്ഷൽ പാസ്റ്റിനെ കുറിച്ച് ഒരു ഫാക്ടർ ആണോ ഇതിനകത്ത് ബുക്കിന്. ഫോർ ഇൻസ്റ്റൻസ്, ബിൽ വിൽസൺസ് ഹിംസെൽഫ് മേ ഹാവ് decided after the fact that just such a paragraph was needed here. അപ്പൊ അടുത്ത പാരഗ്രാഫിൽ ഇത് പറയാണ്, certainly he was no stranger to the problem. അദ്ദേഹം ഈ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ അദ്ദേഹം ഒരു അപരിചിതനല്ല. The question of his own possible, അത് ഒരു ചോദ്യമാണ് അദ്ദേഹത്തിന് ഉയർന്നു വരാനിടയുണ്ടായത്.
ഇൻഫെഡിലിയേറ്റ് വൈൽ ഡ്രിങ്കിങ് വാസ് വൺ ഹി ഹാഡ് അഡ്രസ്ഡ്. കുടിയെയാണ് അദ്ദേഹം ഇത്രയും നേരം അഡ്രസ് ചെയ്തിട്ടുണ്ട്. ഹവർ സർക്കംസ്റ്റൻസ് ഇൻ വിച്ച് ഓഫ് 3 വേർഷൻസ് ഓഫ് ബിൽ സ്റ്റോറി. ബില്ലിന്റെ കഥയിലും അദ്ദേഹം 3 രീതിയിലാണ് ഇത് അവതരിപ്പിക്കുന്നത്. ആ ബില്ലിന്റെ കഥ ഇങ്ങനെയാണ്. തോട്ട് ദോ ഐ മാനേജ് ടു അവോയ്ഡ് സീരിയസ് സ്ക്രാപ്സ് ആൻഡ് പാർട്ട്ലി ഔട്ട് ഓഫ് ലോയൽറ്റി എസ്റ്റീം ഡ്രങ്കനസ്. അതായത് അദ്ദേഹം ഇത് വിവരിക്കുന്നത് സെക്ഷൽ പാസ്റ്റിനെ പറ്റി വിവരിക്കുന്നത്, ഞാൻ അവോയ്ഡ് സീരിയസ് സ്ക്രാപ്സ്, ഗൗരവപരമായ എന്തെങ്കിലും ഈ വിധേയത്ത് ലോയൽറ്റി എസ്റ്റീം ഡ്രങ്കനസ്, അതായത് കുടി, അമിതമായ കുടിയിൽ ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടാനായിട്ട് ഞാൻ പൂർണ്ണമായും മാനേജ്ഡ് ടു അവോയ്ഡ് എന്നാണ്. ഐ ഹാഡ് നോട്ട് ബിക്കം ഇൻവോൾവ്ഡ് വിത്ത് ദ ഫെയർ സെക്സ്. ഞാനൊരു രീതിയിലും സെക്സിൽ ഉൾപ്പെട്ടില്ല. ദർ വെർ മെനി അൺഹാപ്പി സീൻസ് ഇൻ മൈ അപ്പാർട്ട്മെന്റ്. എൻ്റെ വീട്ടിൽ പല അൺഹാപ്പി സീൻസും എൻ്റെ അപ്പാർട്ട്മെന്റിൽ ഉണ്ടെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടില്ല. ദർ വെർ മെനി അൺഹാപ്പി സീൻസ് ഇൻ അവർ അപ്പാർട്ട്മെന്റ്. ദർ ഹാഡ് ബീൻ നോ ഗ്രേറ്റ് ഇൻഫിഡാലിറ്റി ലോയൽറ്റി ടു മൈ വൈഫ്. എൻ്റെ ഭാര്യയോട് ഞാൻ അത്രമാത്രം ലോയൽ ആയിരുന്നു. ആൻഡ് സംടൈംസ് എക്സ്ട്രീം ഡ്രങ്കനസ്, ചിലപ്പോൾ ഞാൻ വല്ലാതെ കുടിച്ചു വരുമ്പോൾ കെപ്റ്റ് മീ ഔട്ട് ഓഫ് ദിസ് സ്ക്രാപ്സ്, എന്നെ പലപ്പോഴും ഇതിൽ നിന്ന് പുറത്തു നിർത്തിയിരുന്നു. ദർ വർ മെനി അൺഹാപ്പി സീൻസ് ഇൻ അവർ സംടൈംസ് അപ്പാർട്ട്മെന്റ്. എൻ്റെ അപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നു. ദർ ഹാഡ് ബീൻ നോ റിയൽ ഇൻഫിഡാലിറ്റി or loyalty to my wife. Helped the times be extreme drunkenness kept me out of these scraps. അപ്പോൾ ഒറിജിനൽ സ്റ്റോറി വേർഷനിലും മെയിലും ജൂണിലും ഉണ്ടായ 1938 എഴുതിയ വേർഷനിലും മൾട്ടി ലിപ്ത് എഡിഷനിലും ഇങ്ങനെ അദ്ദേഹം എഴുതുന്നുണ്ട്. അതായത് ലൂയിസിനോട് ലോയൽ ആയിരുന്നില്ല എന്ന് അദ്ദേഹം വിവരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ദർ ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് പ്രോഗ്രഷൻ ഹിയർ. ഇവിടെ നമുക്ക് വികസിച്ചു വരുന്ന ഒരു താല്പര്യമുള്ള ഒരു കാര്യം, എക്സ്ട്രീം ഡ്രങ്കനസ് ബീയിങ് പാർട്ട്ലി, അതായത് അമിതമായ കുടിച്ചിരിക്കുമ്പോൾ പാർട്ട്ലി ദ റീസൺ ഫോർ നോട്ട് ബിക്കമിങ് ഇൻവോൾവ് വിത്ത് അതർ വുമൺ. അതാണ് അദ്ദേഹത്തിന് മറ്റു കുട്ടികളും സ്ത്രീകളുമായി ഇൻവോൾവ് ചെയ്യാതിരുന്നത്. ടു ഇൻഡulging ഇൻ നോ ഗ്രേറ്റ് ഇൻഫിഡലിറ്റി ഔട്ട് ഓഫ് ലോയൽറ്റി ടു ലൂയിസിനോടുള്ള ഒരു വിധേയത്വം. ആൻഡ് സംടൈംസ് എക്സ്ട്രീം ഡ്രങ്കനസ്, കൂടുതൽ കുടിച്ചു തിരുന്നുകൊണ്ട് ടു നോ റിയൽ ഇൻഫിഡാലിറ്റി ബിക്കോസ് ദ ലോയൽറ്റി ആൻഡ് അറ്റ് ടൈം. എക്സ്ട്രീം ഡ്രങ്കനസ് മൂലമാണ് അവന് ആ ലോയൽറ്റി പലപ്പോഴും നഷ്ടപ്പെട്ടത്. വാട്ട് എവർ ഇൻഡസ്ട്രേഷൻസ് വിൽസൺ മേ ഹാവ് കമ്മിറ്റഡ് വൈൽ ഡ്രിങ്കിങ്, അതായത് അവൻ അവിടെ കുടിച്ചു കഴിഞ്ഞപ്പോൾ എന്തൊക്കെ ചെയ്തതിനേക്കാൾ ഉപരിയായി ഹി വാസ് ക്ലിയർലി നോട്ട്, അവൻ കൃത്യമായി വിവരിക്കുന്നുണ്ട്, അബൌട്ട് ടു അഡ്മിറ്റ് ദം ഇൻ പ്രിന്റ്, അതായത് ഈ ബുക്കിൽ പ്രിന്റ് ചെയ്യാനും, നോട്ട് ഇറ്റ് ഇസ് ലൈക്ലി he ever made any admission of guilt beyond this when talking to his wife Louise. അപ്പോൾ അവന്റെ അഡ്മിഷൻ അല്ലെങ്കിൽ കുറ്റം ഭാര്യയോട് പറയാനും അവൻ തയ്യാറായിട്ടുണ്ട്. സ്റ്റിൽ ഇപ്പോഴും ദ കെയർഫുൾ റീഡർ, വളരെയധികം ശ്രദ്ധയോടെ വായിക്കുന്നുള്ളൂ, ഹാസ് ടു വണ്ടർ, എപ്പോഴും അത്ഭുതപ്പെടുന്നുണ്ടാവും, ജസ്റ്റ് ഹൗ ഫാർ എ പൊട്ടൻഷ്യൽ റിലേഷൻഷിപ്പ് വുഡ് ഹാവ് ടു ഗോ ബിഫോർ എക്സ്ട്രീം ഡ്രങ്കനസ്. അപ്പം ഈ പറയുന്ന അമിതമായ കുടിയിൽ എങ്ങനെയാണ് റിലേഷൻഷിപ്പ് പോകുന്നതെന്ന് ഇവിടെ വായനക്കാരന് അത്ഭുതം ഉണ്ടാവും. എയ്തർ പാസിംഗ് ഔട്ട് ഓർ ഇമ്പോർട്ടൻസ്, ഒന്നില്ലെങ്കിൽ അവൻ കുടിച്ച് ബോധം കെട്ട് കിടക്കും, അല്ലെങ്കിൽ ലൈംഗിക താല്പര്യമില്ലാത്ത രീതിയിൽ നിൽക്കും. ബിക്കം ദ സേവിങ് ഫാക്ടർ പ്രിവെന്റിങ് ദ ബെട്രയൽ ഓഫ് വൺസ് മാരേജ് വോസ്. അപ്പോൾ ഓരോരുത്തരുടെയും വൈവാഹിക ജീവിതത്തിലെ പ്രശ്നങ്ങളെയാണ് അവിടെ പറയുന്നത്. ഇറ്റ് ഈസ് ഈക്വലി ഇൻട്രസ്റ്റിംഗ്. ഇപ്പോൾ നമുക്ക് തുല്യമായ ഒരു താല്പര്യം കൂടി ഉണ്ട് ടു സ്പെക്കുലേറ്റ് ഓൺ എക്സാക്ട്ലി വാട്ട് കൈൻഡ് ഓഫ് ബിഹേവിയർ ഷോർട്ട് ഓഫ് ഇന്റർകോഴ്സ് ഓർ ഈവൻ ഇൻക്ലൂഡിംഗ് ഇന്റർകോഴ്സ് മൈറ്റ് സ്റ്റിൽ അലൗഡ് ടു ക്ലെയിം ടു നോ ഗ്രേറ്റ് ഇൻഫിഡാലിറ്റി. അദ്ദേഹം പറയുന്നത് നോ റിയൽ ഇൻഫിഡാലിറ്റി ഇൻ ദ മൈൻഡ് ഓഫ് 1938 അമേരിക്കൻ മെയിൽ. 1938 അമേരിക്കൻ ആണുങ്ങൾക്ക് അങ്ങനെയായിരുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നത്. വൺ മസ്റ്റ് വണ്ടർ ടു അബൌട്ട് ലൂയിസ് റിയാക്ഷൻ when she first read each of these different versions. അപ്പൊ നമുക്ക് പലപ്പോഴും അത്ഭുതം തോന്നുന്നു, ലൂയിസ് ഈ പറയുന്ന റിയാക്ഷൻ എന്താകും ഇത്തരം കാര്യങ്ങൾ വായിച്ചപ്പോൾ എന്ന്. ബട്ട് വാട്ട് എവർ സ്റ്റോറീസ് ബിൽ ഹാഡ് ബീൻ ടെല്ലിംഗ് ലൂയിസ് അബൌട്ട് ഹിസ് റിലേഷൻ വിത്ത് other women during his drunken years, she was clearly not buying it. അതായത് പല കഥകളും ബില്ല് ലൂയിസിനോട് പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഈ കുടിച്ചു കഴിഞ്ഞപ്പോൾ മറ്റു സ്ത്രീകളുമായിട്ടുള്ള ബന്ധങ്ങൾ. പക്ഷെ അവൾ അത് വാങ്ങിയില്ല. For in each of these stories, ഓരോ കഥകളും there is only one phrase that repeats in each of these versions. ഒരു ഭാഗം മാത്രമേ ഇപ്പൊ പറയുന്നുള്ളൂ, നെയ്മിലി ദ മെനി അൺഹാപ്പി സീൻസ്. അദ്ദേഹം ആ വാക്ക് ഉപയോഗിക്കുന്നത് മെനി അൺഹാപ്പി സീൻസ് എന്നാണ്, അസന്തുഷ്ടികരമായ ധാരാളം കാഴ്ചകൾ.
that were played out between Bill and Louis at home whenever he finally did get home. അതായത് അതായിരുന്നു അവര് തമ്മിലുള്ള ഒരു ബന്ധമായിരുന്നു അതെന്നാണ് അവൾ വിശ്വസിക്കാൻ തയ്യാറാകുന്നത്. ഇൻ ഷോർട്ട്, അതിന് ചുരുക്കത്തിൽ, ഇഫ് ബിൽ വിൽസൺ ഹാഡ് ബീൻ അൺഫെയ്ത്ത്ഫുൾ, അതായത് അവിശ്വാസിയായിരുന്നു എങ്കിൽ ബിൽ വിൽസൺ ഡ്യൂറിങ് ഹിസ് ഡ്രിങ്കിങ് ഡേയ്സ്, അവന്റെ കുടിക്കാലഘട്ടത്തിൽ, ഹി വാസ് ഒബ്വിയസ്ലി ഫോളോയിങ് ഹിസ് ഓൺ അഡ്വൈസ് അബൌട്ട്, അവന്റെ തന്നെ ഉപദേശങ്ങളാണ് അവൻ പിന്തുടരുന്നത്. നോൺ ഡിസ്ക്ലോഷർ, ഒന്നും പറയരുത്. ഫോർ ഹി ക്ലിയർലി നെവർ ഓണഡ് ഓർ ഡിസ്ക്ലോസ്ഡ് ദാറ്റ് ബിഹേവിയർ ടു ഹിസ് വൈഫ്, അവന്റെ ഭാര്യയോട് അവനൊന്നും തുറന്നു പറയാത്ത, അല്ലെങ്കിൽ കുടിക്കാലഘട്ടത്തിൽ അവൻ അങ്ങനെയായിരുന്നു എന്നതിന് വിരുദ്ധമായിട്ടാണ് ഇവിടെ വരുമ്പോൾ മീറ്റിംഗിൽ നമ്മൾ ഇതെല്ലാം തുറന്നു പറഞ്ഞ് സമ്മതിക്കണമെന്ന് ബിൽ വിൽസൺ പറയുന്നത്. റൂത്ത് ആൻഡ് ഹാങ് ഹാവ് എ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഇൻ ദ ടോപ്പിക്. അപ്പം റൂത്തിനും ഹാങ്കിനും ഈ ടോപ്പിക്കിനോടുള്ള താല്പര്യം നോക്കാം. അനദർ പോസിബിൾ കാൻഡിഡേറ്റ് ഈസ് റൂത്ത് ഹോക്ക്. ഇതിന് റൂത്ത് ഹോക്ക് ആയിരിക്കണം മറ്റൊരു ആൾ. ഹു ഹാഡ് ടേക്കൻ എ സെമസ്റ്റർ ലോങ് ഷോർട്ട് സ്റ്റോറി റൈറ്റിംഗ് കോഴ്സ് ഇൻ NYU along with ഹാങ് പോയി അറൌണ്ട് ദിസ് ടൈം. അതായത് ഒരു സെമസ്റ്റർ, അതായത് ഒരു പഠിക്കാൻ പോയി, ലോങ് ഷോർട്ട് സ്റ്റോറി റൈറ്റിംഗ്, ലോങ് അതായത് വലിയ കഥകൾ എഴുതാനും ചെറിയ കഥകൾ എഴുതാനുമായിട്ട് ഒരു കോഴ്സാണ് അത്. യൂണിവേഴ്സിറ്റിയിൽ പോയി ഹാങ്കും റൂത്ത് ഹോക്കും പഠിക്കുന്നുണ്ട്. ഹാവിങ് ഡൺ സോ, അങ്ങനെ ചെയ്തതിനു ശേഷം, ഷീ മേ ഹാവ് നാച്ചുറലി ഫെൽറ്റ് ക്വാളിഫൈഡ്, അവൾക്ക് തോന്നിക്കാണും ഞാൻ ക്വാളിഫൈ ആയി, ടു ഓഫർ കമന്റ്സ്, എന്തെങ്കിലും കമന്റുകൾ പറയാൻ, സജഷൻസ്, ചില നിർദ്ദേശങ്ങൾ ടു ബിൽ വിൽസൺ ആസ് ഹീ റോട്ട്, അവൻ എഴുതിയതിനെ പറ്റി. ആക്ച്വലി യഥാർത്ഥത്തിൽ ഇറ്റ് വുഡ് ബി ഹാർഡ് ടു ഇമാജിൻ ഹർ നോട്ട് ഡൂയിങ് ദിസ് ടു സം ഡിഗ്രി. നമ്മൾക്ക് വിചാരിക്കാൻ കഴിയുന്നില്ല ഇത്തരം ത്രൂ ഔട്ട് ദ ഫ്രീ ഫോം റൈറ്റിംഗ് പ്രോസസ് ഇൻ വിച്ച് ഷി പ്ലേഡ് സച്ച് എ പ്രൊമിനന്റ് റോൾ. അങ്ങനെ ഒരു ഫ്രീ ഫ്ലോ, അതായത് ബിൽ വിൽസൺ പറയുന്നതിനനുസരിച്ച് ഇവൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശം ഇവൾ കൊടുത്തു എന്നുള്ളത് നമുക്ക് ഭാവനയിൽ കാണാൻ പോലും കഴിയുന്നില്ല. ദ ക്വസ്റ്റ്യൻ ഓഫ് വെദർ ഓർ നോട്ട് ടു ഡിസ്കസ് പാസ്റ്റ്, അതായത് നമ്മുടെ പാസ്റ്റ് നമ്മൾ പറയരുത് എന്നുള്ള ചോദ്യത്തിനേക്കാൾ ഉപരിയായി, ഇൻട്രസ്പെക്റ്റീവ് വാസ് certainly something that Ruth had heard more than a little of his talk about over the years. അതായത് ആ ഓഫീസിൽ പല ആളുകളും വന്ന് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും അവൾ കേട്ടിട്ടുണ്ട്. ഇൻഫാക്ട് 40 years later, 40 വർഷങ്ങൾക്ക് ശേഷം, she was still able to recount one harrowing Oxford group story. അവള് ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് സ്റ്റോറി ഓർത്തെടുക്കുന്നുണ്ട്. ഷീ ഹാഡ് ഓവർഹിയർഡ്, അവൾ ഇങ്ങനെ കേട്ടു, അബൌട്ട് ദ റിയൽ പിറ്റ്ഫുൾ ഇൻസിഡന്റ് ഇൻ ദ ഡെലിക്കേറ്റ് സിറ്റുവേഷൻസ്, അതായത് വളരെയധികം കുഴിയിലേക്ക് അംഗങ്ങൾ വീണു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നത്. വൺ ഓഫ് ബേസിക് ടെനൻസ് വാസ് ദാറ്റ്, ഒരു കാര്യം ഇതിങ്ങനെയാണ്, ഇഫ് യു ഹാഡ് എവർ ഹാംഡ് എനിബഡി, നിങ്ങൾ ആരെയെങ്കിലും എപ്പോഴെങ്കിലും ഉപദ്രവിച്ചാൽ, എനിവൺ അറ്റ് ഓൾ ഇൻ എനി വേ, ആരെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ, യു വേർ ടു ഗോ ദാറ്റ് പേഴ്സൺ കൺഫസ് എവരിതിങ്, ആ മനുഷ്യന്റെ അടുത്ത് പോയി കുമ്പസാരിക്കണം. ആൻഡ് അപ്പോളജൈസ്, അവനോട് ക്ഷമ ചോദിക്കണം. ഡു യുവർ ബെസ്റ്റ് ടു മേക്കപ്പ് ഫോർ വാട്ട് എവർ ഹാഡ് ഹാപ്പൻ, നിങ്ങൾ അത് മേക്കപ്പ് ചെയ്യണം, എന്താണ് പാസ്റ്റിൽ നിങ്ങൾ ചെയ്തത് അത് മേക്കപ്പ് ചെയ്യണം. ദ ഓൺലി ട്രബിൾ ബിൽ ഫൗണ്ട് വിത്ത് ദാറ്റ് വാസ് ദാറ്റ്, ഒരു പ്രശ്നം മാത്രമാണ് ബില്ല് അതിനെപ്പറ്റി പണ്ട്, ആൻഡ് ഹിസ് ഹാപ്പൻഡ് ആക്ച്വലി ടോയ്സ് ഇൻ ദ ന്യൂയോർക്ക് ഏരിയ. ന്യൂയോർക്ക് ഏരിയയില് ഒരു കാര്യം അവൻ സംഭവിച്ചത് അവൻ ഓർക്കുന്നുണ്ട്. where men had done this, ഒരു മനുഷ്യൻ, in one case the man explained to his wife he had been unfaithful with this lovely girl. അതായത് ഒരു മനുഷ്യൻ, ന്യൂയോർക്കിലെ ഗ്രൂപ്പിലെ ഒരു മനുഷ്യൻ അവന്റെ ഭാര്യയോട് പറഞ്ഞു, അവൻ ഒരു ഗേളുമായി ലവുമായിരുന്നു, ലിവ്ഡ് റൈറ്റ് അക്രോസ് ദ സ്ട്രീറ്റ്, അവളോടൊപ്പം തൊട്ടപ്പുറത്തുള്ള സ്റ്റേറ്റിൽ താമസം, ബട്ട് ഇറ്റ് വുഡ് നെവർ ഹാപ്പൻ അഗെയിൻ, പിന്നീട് അങ്ങനെ സംഭവിച്ചിട്ടില്ല. ആൻഡ് ഹി വാസ് സോറി ആൻഡ് സോ ഓൺ, അയാൾ ക്ഷമ ചോദിച്ചു അവളോട്, പിന്നീട് ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. വെൽ, ദ ഫസ്റ്റ് തിങ് ദാറ്റ് ഹാപ്പൻ, എന്താണ് സംഭവിച്ചതെന്ന് അറിയാമോ? ഓഫ് കോഴ്സ്, ഓവർ കെയിം ദ ഹസ്ബൻഡ് ഓഫ് ദ ലവ്ലി ഗേൾ, ദെൻ ദിസ് സ്റ്റോറി ബിഗാൻ ടു ഗോ ഫ്രം വിസ്പർ ടു വിസ്പർ. ഈ കാര്യം തുറന്നു പറഞ്ഞതിന് പകരം അവർ കുശുകുശിക്കാൻ തുടങ്ങി. ഗ്രൂപ്പിലെ ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുശുകുശി, ഫ്രം വൺ ടു അനദർ, മറ്റുള്ളവർ ഇത് അറിഞ്ഞു തുടങ്ങി. ആൻഡ് യു ഡോണ്ട് കീപ് ദാറ്റ് കൈൻഡ് ഓഫ് തിങ് സീക്രട്ട് ദ മിനിറ്റ് യു സ്പ്രെഡ് ഇറ്റ് ദാറ്റ് വേ. അപ്പോ ഇത് അങ്ങനെ പറയുമ്പോൾ ഇത് പെട്ടെന്ന് സ്പ്രെഡ് ആവും, എല്ലായിടത്തേക്കും സ്പ്രെഡ് ആവും. ആൻഡ് എനിവേ there was a great deal of trouble about it. അതുകൊണ്ട് തന്നെ മറ്റൊരു പ്രശ്നം അവിടെ ഉടലെടുത്തു. And that's when they began to realize that maybe that wasn't the best thing in the world
ഇഫ് ഇറ്റ് ഹർട്ട് ദ അതർ പേഴ്സൺ. അതായത് മറ്റൊരു മനുഷ്യനെ ഉപദ്രവിക്കുമെങ്കിൽ അല്ലെങ്കിൽ അവനെ ഹർട്ട് ചെയ്യുമെങ്കിൽ ഇത്തരത്തിലുള്ള സോറി പോയി ചോദിക്കരുത്. ചോദിച്ചു കഴിഞ്ഞാൽ അത് എല്ലാവരും കൂടി കൂട്ടായ ചർച്ചയ്ക്കെടുക്കുകയും എല്ലാവരും അറിയുകയും ചെയ്യുമെന്ന് പറയുന്നു. വൈൽ അൻ അവയർനെസ് ഓഫ് ദിസ് ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് ഫെയിലിങ്സ്, ഇത്തരത്തിലുള്ള ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെ ചില പരാജയങ്ങൾ കുഡ് ഹാവ് പ്രോംപ്റ്റഡ് എ സജഷൻസ് ഫ്രം റൂത്ത്. അപ്പം റൂത്തിൽ നിന്നും ഒരു പക്ഷേ ഒരു നിർദ്ദേശം ബിൽ വിൽസന് കിട്ടിയിരിക്കാം. അബൌട്ട് ഇൻക്ലൂഡിങ് ദിസ് കോഷറി പാരഗ്രാഫ്, അതായത് ഒരു മുന്നറിയിപ്പുള്ള പാരഗ്രാഫ് അതിനെ ബുക്കിൽ വെക്കണം. ദ ഫാമിലി ആഫ്റ്റർവേർഡ്, പിന്നീടുള്ള കുടുംബത്തിൽ. ദർ മൈറ്റ് ഹാവ് ബീൻ അനദർ മോർ പേഴ്സണൽ റീസൺ ഫോർ ഹർ വാണ്ടിങ് ദിസ് പ്ലീ. ഇപ്പോൾ ഒരു പക്ഷെ അവൾക്ക് സ്വന്തമായിട്ട് വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കാം റൂത്ത് ഹോക്കിന് ഫോർ സ്കേഴ്സി അബൌട്ട് എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് ടു ഇൻക്ലൂഡ് ഇൻ ദിസ് ബുക്ക്. അതായത് വൈവാഹിക ജീവിതത്തിന് ഉപരിയായിട്ടുള്ള പല ബന്ധങ്ങൾക്ക് പോകുമ്പോൾ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യണമെന്നുള്ള അവളുടെ എന്തെങ്കിലും സ്വകാര്യമായ അഭിപ്രായം കൂടി ഉണ്ടാകാം. ഹാങ് പി വാസ് നോൺ ടു ഹാവ് കൺസിഡറബിൾ ട്രബിൾസ് വിത്ത് മാരിറ്റൽ ഇൻഫിഡലിറ്റീസ് ത്രൂ ഔട്ട് ഹിസ് ലൈഫ്. ഹാങ് പിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വൈവാഹിക ഇതര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരാളാണ് അവന്റെ ജീവിതകാലം മുഴുവൻ. വൈൽ ഡീറ്റെയിൽസ് അബൌട്ട് ഹിസ് പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ, അവന്റെ പഴയ കാലവും ഫ്യൂച്ചറും ഒക്കെ ഡിലൈൻസ് ആർ ഫ്രീക്വന്റ്ലി അൺസഡോറ്റൽ. അതായത് ഹാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഭാവിയിലും ഭൂതകാലത്തും ഒക്കെ ഇത് സംഭവിക്കുന്നുണ്ട്. ഹാങ്സ് മാരേജ് ടു കാതലിൻ വാസ് ഡിറ്ററേറ്റിംഗ് സെവർലി അറ്റ് ദിസ് ടൈം, സിവിയർലി അറ്റ് ദിസ് ടൈം. അതായത് ഹാങ്ക് കാതലിനെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. ഈ സമയത്ത് അവർക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. സോ മച്ച് സോ ദാറ്റ് ദേ വുഡ് സെപ്പറേറ്റ് സെവറൽ മന്ത്സ്. അതുകൊണ്ട് തന്നെ അവർ താൽക്കാലികമായി മാറി നിൽക്കുകയാണ് പരസ്പരം അനേകം മാസങ്ങൾ. ആഫ്റ്റർ ദിസ് ആൻഡ് ഷീ വുഡ് സക്സസ്ഫുള്ളി ഫയൽഡ് ഫോർ ഡൈവോഴ്സ് ഓൺ സെപ്റ്റംബർ 23, 1939. 1939 സെപ്റ്റംബർ 23 അവള് ഡൈവോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ലൂയിസ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഫോർ സം ടൈം, ചില സമയങ്ങൾ ഹാങ്സ് മാരേജ് ഹാഡ് നോട്ട് ബീൻ ഗോയിങ് വെൽ, അവന്റെ വിവാഹം നല്ല രീതിയിൽ പോയില്ല. ഹി ഹാഡ് മെനി ആർഗ്യുമെന്റ്സ് വിത്ത് കാതലിനുമായിട്ട് ഒരുപാട് തർക്കങ്ങളുണ്ട്. ആൻഡ് ദേ വെർ പ്ലാനിങ് ടു ഗെറ്റ് എ ഡൈവോഴ്സ്, അവർ തമ്മിൽ വിവാഹമോചനം നേടാൻ ഉദ്ദേശിച്ചു. ലൂയിസ് വാസ് ആക്ച്വലി പാർട്ട് ഓഫ് ദാറ്റ് ഡൈവോഴ്സ് ഫില്ലിംഗ്. ലൂയിസ് ആ ഡൈവോഴ്സ് ഫില്ലിങ്ങിന്റെ ഒരു ഭാഗം കൂടിയായി. അൺഎക്സ്പെക്ടഡ് തിങ് ഗിവൺ ഹർ ഹസ്ബൻഡ്സ് ക്ലോസ് റിലേഷൻ വിത്ത് ഹാങ്. ആൻ അൺഎക്സ്പെക്ടഡ് തിങ് ഗിവൺ ഹർ ഹസ്ബൻഡ്സ് ക്ലോസ് റിലേഷൻ, അതായത് ബിൽ വിൽസന്റെ ഹാങ്കിനോടുള്ള ക്ലോസ് റിലേഷൻഷിപ്പ് മൂലമാണ് അവളും അതിനകത്ത് പാർട്ടാകേണ്ടത്. ബട്ട് ലൂയിസ് ഡിഡ് സബ്മിറ്റ് ആൻ അഫിഡവിറ്റ് അറ്റ് കാതലിൻസ് ആർഗ്യൂയിങ് ഇൻ വിച്ച് ഷീ നോട്ടഡ് എമോങ് അതർ തിങ്സ്. അതായത് ലൂയിസ് ഒരു അഫിഡവിറ്റും ഇതിനു വേണ്ടി കാതലിൻസ് കൊടുക്കുന്നുണ്ട്. among other things, മറ്റു പല കാര്യങ്ങൾ. that Hank had been separated from his wife for 10 weeks in early 1939. 1939 10 ആഴ്ചകളിൽ അവനായിട്ട് വേർപിരിഞ്ഞിരുന്നു. and had been living with the Wilsons at 992 Clinton Street during that time. ആ സമയത്ത് ബിൽ വിൽസണോടൊപ്പം 182 ക്ലിന്റൺ സ്ട്രീറ്റിലുള്ള അവരുടെ വീട്ടിൽ ഹാങ് പി ഒന്നിച്ചു ജീവിച്ചു. ആസ് ഹാങ്സ് അറ്റൻഷൻ, ഹാങ്കിന്റെ ശ്രദ്ധപ്പെടുത്തൽ വാണ്ടേഡ് ഫ്രം കാതലിനോടുള്ള ശ്രദ്ധ, ഹി ബിഗാൻ ടു ഫോക്കസ് മോർ ആൻഡ് മോർ ഓൺ ഹിസ് ഓൺ സെക്രട്ടറി. അയാൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ പോയത് അവന്റെ സ്വന്തമായിട്ടുള്ള സെക്രട്ടറിയുടെ മേലാണ്. ദ വെരി അട്രാക്റ്റീവ് റൂത്ത് ഹോക്ക്, അതായത് കാണാൻ ഭംഗിയുള്ള റൂത്ത് ഹോക്കിലേക്ക്. ഇൻ സപ്പോർട്ട് ഓഫ് ലൂയിസ് സ്റ്റോറി അബൌട്ട് ഹാങ് മൂവിങ് ഇൻ വിത്ത് ദം ഫോർ 10 weeks in early 1939. 1939 10 ആഴ്ചകളിൽ ഹാങ് പി ഈ പറയുന്ന ക്ലിന്റൺ സ്ട്രീറ്റില് ബിൽ വിൽസണോടൊപ്പം താമസിച്ചു എന്ന് പറയുന്ന ലൂയിസിന്റെ കഥയുമായി ബന്ധപ്പെടുത്തുമ്പോൾ റൂത്ത് ലേറ്റർ ക്ലെയിംഡ് ദാറ്റ് ഹാങ് പി ഹാഡ് ബ്രോക്കൺ അപ്പ് വിത്ത് ഹിസ് വൈഫ് ജസ്റ്റ് പ്രിയർ ടു ദ കോൺവെൽ പ്രസ് ട്രിപ്പ്. അതായത് ഈ പറയുന്ന കോൺവെൽ പ്രസിലേക്ക് ബുക്ക് എഴുതുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഹാങ് പിയും കാതലിനുമായിട്ട് വേർപിരിഞ്ഞു. ദ ഫൈനൽ വീക്ക് ഓഫ് മാർച്ച് 1939, അതായത് 1939 മാർച്ചിലെ അവസാന ആഴ്ചയിൽ അവർ തമ്മിൽ കോൺവെൽ പ്രസിലേക്കുള്ള ട്രിപ്പിന്റെ സമയത്താണ് അവർ പിരിയുന്നത്. ആൻഡ് സൂൺ ദെയർ ആഫ്റ്റർ ബിഗാൻ മേക്കിംഗ് overtures. This date for the start of their affair is most likely self-serving because Hank had almost certainly been
pursuing Ruth for several months at that point. അതായത് റൂത്ത് ഹോക്കിനോട് ഇവന് താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും തുടർന്നും ആ ഓഫീസിൽ അവളോട് ഇരിക്കണമെന്ന് അവൻ പറയുന്നത്. ലൂയിസ് ഫോർ ഇൻസ്റ്റൻസ് മെൻഷൻ ദാറ്റ് ഹിസ് മാരേജ് ഹാഡ് നോട്ട് ബീൻ ഗോയിങ് വെൽ ഫോർ സം ടൈം. അപ്പൊ ലൂയിസ് പറയുന്നത് അവന്റെ വിവാഹം കുറെ കാലം നല്ല രീതിയിലല്ലായിരുന്നു പോരുന്നത്. ഇംപ്ലൈങ് ദ അഫെയർ ഹാഡ് ബിഗാൻ വെൽ ബിഫോർ ദ കോൺവെൽ ട്രിപ്പ് ടുക്ക് പ്ലേസ്. അതായത് ഈ അഫെയർ, റൂത്ത് ഹോക്കുമായിട്ടുള്ള അഫെയർ അവന് തുടങ്ങുന്നത് കോൺവെൽ പ്രസിലേക്കുള്ള യാത്രയ്ക്ക് മുമ്പാണ്. ഇൻ അഡീഷൻ, അതുകൂടാതെ ഹാങ് ബീങ് ത്രോൺ ഔട്ട് ഓഫ് ഹിസ് ഓൺ ഹൗസ് ഇൻ ഏർലി ജനുവരി ആയപ്പോഴത്തേക്കും ഹാങ്കിനെ അവൾ പുറത്താക്കി. വുഡ് സ്ട്രോങ്ലി അഫെയർ സ്റ്റാർട്ടഡ് സം ടൈം പ്രിയർ ടു ദാറ്റ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് എപ്പോഴെങ്കിലും വെച്ചായിരിക്കാം റൂത്ത് ഹോക്കുമായി അവനൊരു കണക്ഷൻ വരാൻ തുടങ്ങിയത്. ഇൻ ദിസ് റിഗാർഡ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോട്ട് ദാറ്റ്, നമുക്ക് ഒരു ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. ഹാങ് പി ഓവർച്ചേഴ്സ് വെയർ നോട്ട് അൺവെൽക്കം അറ്റ് ഫസ്റ്റ്. അതായത് ഇതുകൊണ്ട് കൂടിയാകാം ഹാങ് പിയുടെ പല കാര്യങ്ങളും സ്വീകരിക്കാൻ. റൂത്ത് വാസ് വെരി ഓപ്പൺ ടു ദം. റൂത്തിനാണെങ്കിൽ ഇതിനെപ്പറ്റി എല്ലാം വളരെ തുറന്ന സമീപനം ഉണ്ടായിരുന്നത്. ഐ തോട്ട് ഹൈലി ഓഫ് ഹാങ്. ഞാൻ ഹാങ്ങിനെ പറ്റി ഒത്തിരി ചിന്തിച്ചു അറ്റ് ദാറ്റ് ടൈം, ആ സമയത്ത്. ഷീ സെഡ് വെരി വെരി ഇൻട്രസ്റ്റഡ് ഇൻ ഈച്ച് അതർ. അവർ തമ്മിൽ പരസ്പരം നല്ല താല്പര്യമുള്ള ആൾക്കാരായിരുന്നു. വൈൽ ദ എക്സാക്ട് ഡേറ്റ് ദെയർ അഫെയർ സ്റ്റാർട്ടഡ് ഈസ് അൺനോൺ. അവരുടെ അഫെയർ എപ്പോഴാണ് തുടങ്ങിയെന്ന് അവൾക്ക് കൃത്യമല്ല. റൂത്ത് സെഡ് ദാറ്റ് ത്രൂ ഔട്ട് ദിസ് ടൈം, ഈ സമയത്തെല്ലാം ഹാങ് വാസ് ജസ്റ്റ് ആൻ അൺഹാപ്പി മാൻ ആൻഡ് ആസ് ബിൽ യൂസ്ഡ് ടു സേ. ഹാങ് എപ്പോഴും ഒരു സന്തോഷമില്ലാത്ത മനുഷ്യനായിരുന്നു. ബില്ല് പറയുന്ന പോലെ, വെൻ യു ആർ അൺഹാപ്പി, നിങ്ങൾ സന്തോഷമില്ലെങ്കിൽ ബി കെയർഫുൾ ബിക്കോസ് യു ആർ ഗെറ്റിംഗ് ഇൻ ടു ട്രബിൾ. നിങ്ങൾ സന്തോഷമില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ പ്രശ്നം വരാൻ പോകണം. ആൻഡ് ഹാങ് വാസ് ഡൂയിങ് ജസ്റ്റ് ദാറ്റ് വിത്ത് റൂത്ത് ഹോക്സ് എൻകറേജ്മെന്റ്. റൂത്ത് ഹോക്കിന്റെ എൻകറേജ്മെന്റിൽ ഹാങ് പല കാര്യങ്ങളും ചെയ്തു. ഹാങ് വാണ്ടഡ് ഹർ ടു ബിക്കം ഹിസ് വൈഫ്. ഹാങ്കിന് ഇവളെ വിവാഹം കഴിക്കണം, അല്ലെങ്കിൽ ഭാര്യയായിട്ട് വരണം. ഷീ സെഡ് ഷീ കാൻഡിഡ്ലി അഡ്മിറ്റഡ്. അവൾ ആദ്യമേ ചെറുതായി സമ്മതിച്ചു. ഐ ഹാഡ് അറ്റ് വൺ ടൈം സീരിയസ്ലി കൺസിഡർഡ് മാരിയിങ് ഹിം. ഞാൻ ഒരു സമയത്ത് അവനെ വളരെ ഗൗരവത്തിൽ തന്നെ കല്യാണം കഴിക്കാമെന്ന് തന്നെ തീരുമാനിച്ചു. ബട്ട് വൺസ് ഹി സ്റ്റാർട്ടഡ് ഡ്രിങ്കിങ് അഗൈൻ. പക്ഷെ അവൻ വീണ്ടും കുടിച്ചു കഴിഞ്ഞപ്പോൾ മാരേജ് ആൻ ഇമ്പോസിബിൾ തിങ് ഫോർ us. കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും സംഭവിക്കാത്ത ഒരു കാര്യമായി മാറി. ആൻഡ് ദ എൻറ്റയർ അഫെയർ വാസ് ഓവർ ആൻഡ് ഡൺ വിത്ത് ബൈ ദ ഫോൾ ഓഫ് 1939. 1939 ആ അഫെയർ അവിടെ അവസാനിച്ചു. സിൻസ് ഹാങ് ഹാഡ് പേഴ്സ്യൂഡ് ഹിസ് ഡൈവേഴ്സ് ഫ്രം കാതലിൻ. അപ്പോൾ കാതലിനുമായിട്ട് അവൻ വേർപിരിഞ്ഞ് താമസിക്കുകയാണ്. വിത്ത് എവരി ഇന്റൻഷൻ ഓഫ് മാരിങ് റൂത്ത്. അവന്റെ പ്രധാന ലക്ഷ്യം റൂത്തിനെ വിവാഹം കഴിക്കുകയായിരുന്നു. ദിസ് റിവേഴ്സൽ ഓഫ് ഹെർ അഫക്ഷൻസ് കോസ്ഡ് സം, അതായത് അവളുടെ എതിർപ്പ്, അഫക്ഷനോടുള്ള അവളുടെ എതിർപ്പ് ഒരു സം സീരിയസ് പ്രോബ്ലം ഓഫ് ബോത്ത് ഓഫ് ദം. അവർക്ക് രണ്ടുപേർക്കും ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ആൻഡ് ഓൾസോ ഫോർ ബിൽവിൽസണും ഉണ്ടാക്കി. ഹു ഫൗണ്ട് ഹിംസെൽഫ് കോട്ട് സീക്രട്ട്ലി ഇൻ ദ മിഡിൽ ഓഫ് ദിസ് ഇൻഫ്ലിക്റ്റ് അഫെയർ. ഇത്തരത്തിലുള്ള പ്രശ്നം പിടിച്ച ഇതിന്റെ അഫെയറിന്റെ ഇടയിൽ ബിൽവിൽസണും പെട്ടു. അണ്ടർ ദിസ് സർക്കംസ്റ്റൻസസ്, ഈ സാഹചര്യത്തിൽ ബോത്ത് ഹാങ് പി ആൻഡ് റൂത്ത് ഹോക്ക് വുഡ് ഹാവ് ഹാഡ് എ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഇൻ മേക്കിംഗ് ദിസ് അഡിഷൻ ടു ദ ടെസ്റ്റ്. അപ്പം ഇതിന്റെ ഇടയ്ക്ക് ഹാങ് പിക്കും റൂത്ത് ഹോക്കിനും ഇതിനോട് വലിയ ഈ പറയുന്ന ടെസ്റ്റിനോട് അഡീഷൻ ആയിട്ടുള്ള എന്തെങ്കിലും താല്പര്യക്കുറവുണ്ടായിരുന്നേക്കും. വൺ വിച്ച് എക്സ്പെഡിസ്ലി അബ്സോൾവ്ഡ് the adulterous partner from the need to candidly confess this transgression of his wife. അതുകൊണ്ട് തന്നെ ഒരു മുതിർന്ന ആള് ഭാര്യയോട് ഇതെല്ലാം തുറന്നു പറയണം എന്നുള്ളതിന് and either or both of them may well have lobbied of the insertion of this new into the family afterward. പിന്നീടുള്ള കുടുംബത്തില് ഇത്തരം വാക്കുകളെല്ലാം ചെയ്തു ചേർക്കാനുള്ള ഒരു കാരണങ്ങളും ഇതൊക്കെ കൂടിയാകാം. ബട്ട് ഹൂ ഓവർ മേ ഹാവ് ബീൻ റെസ്പോൺസിബിൾ ഫോർ ദ അഡിഷൻ ഓഫ് ദിസ് പാരഗ്രാഫ്, പർട്ടിക്കുലർ പാരഗ്രാഫ്, ആരാണ് കൃത്യമായിട്ട് ഈ പാരഗ്രാഫ് എഴുതി ചേർത്ത്, ഇറ്റ് വാൾ ഹാവ് ടു സെർവ് ഹിയർ ആസ് ജസ്റ്റ് വൺ ബട്ട് ഫോർ ഫ്രം ദ ഓൺലി എക്സാമ്പിൾ ഓഫ് ദ ടൈപ്പ് ഓഫ് ഓൺഗോയിങ് എഡിറ്റ്സ് being done with the test of the big book before it was finalized of the multi-lift printing in mid-February 1939. 1939 ഫെബ്രുവരിയിലാണ് ഈ മൾട്ടി ലിപ്ത് കോപ്പി പ്രിന്റ് ഔട്ട് ചെയ്യുന്നത്. ഇവിടെ വെച്ച് ആണ് ഈ പാരഗ്രാഫ്, മൾട്ടി ലിപ്ത് കോപ്പിക്ക് ശേഷമാണ് ഈ പാരഗ്രാഫ് എഴുതി ചേർത്തിരിക്കുന്നത്. ഒരുപക്ഷെ ഹാങ്കിന്റെയും റൂത്ത് ഹോക്കിന്റെയും ഈ പറയുന്ന അഫിലിയേഷനോ ഹാങ്കിന്റെയും കാതലിന്റെയും വേർപെടലുകളോ ഒക്കെ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടാകാം.
രണ്ട് നോട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഫുട് നോട്ട്. ദിസ് ബ്രിങ്സ് അപ്പ് എ ക്വസ്റ്റ്യൻ ദാറ്റ് ഇറ്റ് ഔട്ട്സൈഡ് ഓഫ് സ്കോപ്പ് ഓഫ് ദ സ്റ്റഡി ബട്ട് certainly relevant of this comments, namely the persistence a rumor that in his later years Bill Wilson was a serial adulterer or a Susan Cheever would have written in her book My Name is Bill, a sex addict. അപ്പം ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. പലപ്പോഴും പല സ്റ്റഡികളും പ്രത്യേകിച്ച് എയുടെ ഉള്ളിൽ റൂമറുകളുണ്ട്. സീരിയൽ അഡൽട്ടറി ബിൽ വിൽസൺ, സൂസൻ ചീവർ എന്ന് പറയുന്ന അവളുടെ ബുക്കില് മൈ നെയിം ഈസ് ബിൽ എന്ന് പറയുന്ന ബുക്കില് ബിൽ വിൽസനെ ഒരു സെക്സ് അഡിക്റ്റ് കൂടിയായിട്ട് അവൾ വിളിക്കുന്നുണ്ട്. ഡെസ്പൈറ്റ് ദ ഫ്രീക്വന്റ്ലി വിത്ത് വിച്ച് ദിസ് സ്റ്റോറി ഹാസ് ബീൻ റീടോൾഡ് ബൈ എ പീപ്പിൾ ഹു ആർ ക്രിട്ടിക്കൽ ഓഫ് ബിൽ, ദ ക്ലെയിം ഹാസ് നെവർ ബീൻ വെരിഫൈഡ്. അതായത് പക്ഷെ അങ്ങനെ ഒരു ക്ലെയിം പലരും പറയുന്നുണ്ടെങ്കിലും അത് വ്യക്തമായിട്ട് ഇത് വെരിഫൈ ചെയ്യാതെയാണ് അവരത് പറയുന്നത്. എസ് പ്രൊമിനന്റ് പ്രൊഫഷൻ ഹിസ്റ്റോറിയൻ, അതായത് എയുടെ എക്കാലത്തെയും ഏറ്റവും ചരിത്രകാരനായ ഏണി കുട്സ് അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേര് നോട്ട് കോഡ് എന്നാണ്. അദ്ദേഹം വാസ് ഇൻട്രിഗ്യൂഡ് ബൈ ദ പെർസിസ്റ്റൻസ് ഓഫ് ദിസ് റൂമേഴ്സ്. അദ്ദേഹം ഈ റൂമേഴ്സിനെല്ലാം പറയുന്നുണ്ട്. ആൻഡ് ഹി സ്പെൻഡ് കൺസിഡറബിൾ ടൈം, ഒരുപാട് സമയം ഇതിനു വേണ്ടി ചെലവഴിച്ചു. ആൻഡ് എഫേർട്ട് കൂടുതൽ ഡ്യൂറിങ് ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ഓഫ് ഹിസ് ലൈഫ് ട്രൈങ് ടു ഡിറ്റർമിൻ ദ ട്രൂത്ത് ഓഫ് ഫാൾസിറ്റി ഓഫ് ദിസ് അലിഗേഷൻസ്. ബിൽ ഡബ്ല്യുവിനെതിരെയുള്ള ഈ അലിഗേഷനുള്ള അലിഗേഷൻ മൂലം അദ്ദേഹം ഒരുപാട് വർഷങ്ങൾ എടുത്ത് ഇതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ട്. ഡ്രോയിങ് ഓൺ ഹിസ് ക്ലോസ് ടൈസ് വിത്ത് അതർ സ്റ്റുഡൻസ് ഓഫ് എ ഹിസ്റ്ററി എഴുതുന്നതിന് വേണ്ടി, ആൽക്കഹോളിസം അനോണിമസ് ഹിസ്റ്ററി എഴുതുന്നതിന് വേണ്ടി മറ്റു സ്റ്റുഡൻസിനോടൊപ്പം ആൻഡ് സ്പീക്കിംഗ് ഡയറക്ട്ലി വിത്ത് ബോത്ത് ചീവർ ആൻഡ് ഫ്രാൻസിസ് ഹാർട്ടിഗൻ. നേരെ ഈ ചീവർ എന്ന് പറയുന്ന ഈ പറയുന്ന നോവൽ, ഈ കഥ എഴുതിയ ആളോടും ഫ്രാൻസിസ് ഹാർട്ടിഗനോടും നേരിട്ട് സംസാരിക്കുക. ടു റൈറ്റേഴ്സ് ഹു ഹാഡ് മേഡ് അക്യൂസേഷൻ അലോങ് ദിസ് ലൈൻസ്. ഇത്തരം സെക്സ് അഡിക്റ്റ് എന്ന് പറയുന്ന അലിഗേഷൻ ബിൽ ഡബ്ല്യുവിനെതിരെ പറഞ്ഞ ഈ രണ്ട് റൈറ്റർമാരെയും എഴുത്തുകാരെയും ഏണി കുട്സ് നേരിട്ട് പോയി ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. കുട്സ് ഡിറ്റർമിൻഡ് ദാറ്റ് ഇൻ എവരി ഇൻസ്റ്റൻസ് he could find that trace back. The source of the stories of Bill's serial infidential relied on the testimony of just one man, ടോം പവേഴ്സ്. ടോം പവേഴ്സ് എന്ന് പറയുന്ന ഒരാളുടെ ഒരു ചെറിയ സാക്ഷ്യത്തിലാണ് അവരത് പറയുന്നത്. പവേഴ്സ് ഹാഡ് ബീൻ എ ക്ലോസ് ഫ്രണ്ട് ഓഫ് വിൽസൺസ്. ടോം പവേഴ്സ് വിൽസന്റെ ഒരു അടുത്ത കൂട്ടുകാരനാണ്. ഡ്യൂറിംഗ് ദ 1940s and 1950s, 1940-കളിലും 1950-കളിലും. ബട്ട് ഇൻ ദ മിഡ് 50s, 50-കളായപ്പോൾ ദേ ഹാഡ് എ ട്രെമലസ് ഫോളിങ് ഔട്ട്. അവർ തമ്മിൽ വേർഡ് പിരിഞ്ഞു. ആൻഡ് ഇറ്റ് വാസ് ദെൻ ദാറ്റ് ഹി ബിഗാൻ സ്പ്രെഡിങ് സ്റ്റോറീസ്. അതിനുശേഷമാണ് ഈ ടോം പറയുന്ന ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരനാണ് ഇത്തരം കഥകൾ വ്യാപിപ്പിക്കാൻ തുടങ്ങിയത്. അബൌട്ട് ഇന്റർവ്യൂ മേഡ് ഓൺ October 22, 2013, 2013 ഒക്ടോബർ 22 അയാളുമായിട്ടൊരു ഇന്റർവ്യൂ നടത്തിയതിൽ പവേഴ്സ് പറയുന്നത് ഹാഡ് ഓഫേർഡ് ദിസ് വാസ് ആൻ ഐറ്റം ഓഫ് ഹിസ് നോളജ്. ഇത് അവന്റെ ഒരു അറിവ് മാത്രമാണ്. ബട്ട് ദർ വാസ് നോ എവിഡൻസ് ബിയോണ്ട് ദാറ്റ്. അറിവിനുപരിയായി യാതൊരു തെളിവുകളും ഇതിനില്ല. ഫോർ വിൽസൺസ് മിസ്ബിഹേവിയേഴ്സ്, ബിൽ വിൽസന്റെ മിസ്ബിഹേവിയേഴ്സിന് അവന് തെളിവുകളൊന്നുമില്ല. ഏണി കുട്സ് എന്ന് പറയുന്ന ചരിത്രകാരൻ വളരെയധികം ദീർഘനാൾ ആൽക്കഹോളിസം അനോണിമസിന് വേണ്ടിയിട്ട് ചരിത്രം എഴുതിയ ഇയാൾ നോട്ട് കോഡ് എന്നാണ് അദ്ദേഹത്തിന്റെ ചരിത്ര പുസ്തകത്തിന്റെ പേര്. ബിലീവ്ഡ് ദാറ്റ്, അദ്ദേഹം എങ്ങനെയാണ് വിശ്വസിക്കുന്നത്, ഇഫ് ബിൽ ഹാഡ് ബീൻ indiscriminate and flagrant in his behavior as Power alleged, ടോം പവർ പറഞ്ഞതുപോലെ അവൻ ഇങ്ങനെ ഒരു സ്വഭാവ വൈകല്യമുള്ളവനാണ്, then there would certainly be other source willing and able to provide a supporting evidence. തീർച്ചയായും ടോം പവർ മാത്രമല്ല, അങ്ങനെ ഒരു അലിഗേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു മിസ്ബിഹേവിയർ ബിൽ വിൽസൺ ഉണ്ടെങ്കിൽ പല സോഴ്സുകളിൽ നിന്നും നമുക്ക് അറിവ് ലഭിക്കേണ്ടതാണ്, നമുക്ക് റിപ്പോർട്ട് കിട്ടേണ്ടതാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ പഠനത്തിലൊന്നും അങ്ങനെ ഒരു സപ്പോർട്ടിങ് എവിഡൻസ് ഇല്ല. ദിസ് ഇന്റർവ്യൂ ഏണസ്റ്റ് കുറിച്ച് reverence of for history, ചരിത്രം can be streamed from the home page of page 124 production. 124 പേജിലാണ് അദ്ദേഹം. The quote here is from, അതിനകത്ത് കോട്ട് ഇങ്ങനെയാണ്. The section ensured the gold standard, two independent sources. This lack of a second source does not, of course, disprove these rumors.
അപ്പൊ ഈ റൂമേഴ്സിന് ഒരു സെക്കൻഡ് സോഴ്സ് ഇല്ല. ടോം പവർ എന്ന് പറയുന്ന ഒരാൾ മാത്രമാണ് അദ്ദേഹത്തുമായിട്ട് തെറ്റിപ്പിരിഞ്ഞപ്പോൾ ഇത് പറഞ്ഞു വരുത്തിയത്. ബട്ട് ഇറ്റ് ഷുഡ് give one significant force before wholeheartedly believing them. അപ്പം ഇതാണ് നമുക്ക് എന്നാലും പലരും ഇത് ഇങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. ദാറ്റ് വാസ് സർട്ടൻലി ഏണസ്റ്റ് കൺക്ലൂഷൻ. ഇതാണ് ഏണക്കുറിച്ചിന്റെ കൺക്ലൂഷൻ. നോട്ട് that one of this mean to deny the fact that Bill Wilson had to have a long-term extramarital affair with Helen Wayne in the closing decades of his life. അതായത് അവസാന കാലഘട്ടത്തിൽ ഹെലൻ വെൻ എന്ന് പറയുന്ന ഒരു ലേഡിയുമായിട്ട് ഇദ്ദേഹത്തിന് വിവാഹേതര ബന്ധം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. സി ദ സെൻസിറ്റീവ്. ഇത് വളരെ സെൻസിറ്റീവ് ആണ്. ബട്ട് കാൻഡിഡ് ട്രീറ്റ്മെന്റ് ഓഫ് ദിസ് ടോപ്പിക് ഓഫ് ദ ഡോക്യുമെന്ററി ബിൽ ഡബ്ല്യു റിലീസ്ഡ് പേജ് 124. മൈ നെയിം ഇസ് ബിൽ ഡബ്ല്യു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സ്റ്റോറിയിൽ പേജ് 124 അവരിത് വിവരിക്കുന്നത്. പക്ഷെ അത് വ്യക്തമായിട്ടും ഈ ടോം പവർ പറഞ്ഞ ഒരു കഥയുമായി ബന്ധപ്പെട്ടിട്ടാണ് റൂമേഴ്സ് ഇറങ്ങിയത് എന്നാണ് പറയുന്നത്. നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഇത്തരം കഥകൾ കേൾക്കുമ്പോൾ ഈ ചരിത്രകാരൻ പറഞ്ഞ ഈ ഭാഗം നമുക്ക് ഓർത്തു വെക്കാം. മറ്റൊരു നോട്ട് കൊടുക്കുന്നത് മെട്രോണം ഹു unearthed this detail while writing the Black Sheep Manuscript. Black Sheep Manuscript admits that there is contradictory information presented in this primary document, most especially the fact that Louis dates don't correspond of Katherine's own statement. അതായത് ലൂയിസിന്റെ ഡയറിയിലെ ഡേറ്റുകളും കാതലിന്റെ പ്രസ്താവനകളും തമ്മിൽ മാച്ച് ചെയ്യുന്നില്ല. വേർ സെപ്പറേറ്റഡ് ഫ്രം May 9, 1939. 1939 മെയ് 9 അത് പറയുന്നത്. ദിസ് ലാസ്റ്റ് ഡേറ്റ് ഈസ് ഓൾസോ compromised by other contemporary documents strongly implement the ഹാങ്പി did not completely separate until sometimes in June at the earliest. അപ്പൊ ജൂൺ മാസമാണ് ഹാങ്പി കാതലിനുമായിട്ട് വേർപിരിയുന്നത്. ഓഫ് കോഴ്സ് അതുപോലെ തന്നെ all of this allegations could be and most likely are true. ഏതായാലും ചിലപ്പോൾ അത് ശരിയായിരിക്കാം. The end of a marriage is rarely a neat and a tidy affair. ഒരു വിവാഹത്തിന്റെ അന്ത്യം വെറുതെ ഒരു നീറ്റ് ആൻഡ് ടൈഡി അഫെയർ ആയിരുന്നു റൂത്ത് ഹോക്കുമായിട്ടുണ്ടായിരുന്നത്. റൂത്ത് ഹോക്കിന് ആദ്യം വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അവള് ഇവന്റെ കുടി മൂലം പിൻവലിഞ്ഞു എന്നാണ് പറയുന്നത്. ഇതെല്ലാം പിന്നീട് എപ്പോഴെങ്കിലും ഒക്കെ നമ്മള് ആൽക്കോളിക് അനോണിമസിലേക്ക് കൂടെ സഞ്ചരിക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുള്ള കഥകളൊക്കെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഈ കഥയുടെ ഭാഗമായിട്ട് ബിഗ് ബുക്കിന്റെ ജനനത്തിന് മുമ്പ് 3 മാസത്തെ കാര്യങ്ങളാണ് പറയുന്നത്. അടുത്ത ഭാഗം പറയുന്നത് മാനേജിംഗ് എഡിറ്റർ ടു എംപ്ലോയീസ് ഹാങ്പിനെ കുറിച്ചാണ്. അത് അടുത്ത ആഴ്ച സംസാരിക്കാം. എന്നെ കേട്ടിരുന്ന നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.